ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വആലിഹി വസഹ്ബിഹി വമൻ വാലാഹ് വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, നമ്മൾ ഇന്ന് ഈ ഒരു വിശുദ്ധ മാസത്തിൻ്റെ പുണ്യ പ്രദോഷത്തിൽ ഈ വെള്ളിയാഴ്ചയുടെ അനുഗ്രഹീത രാവിൽ ഏറെ ശ്രദ്ധേയമായൊരു വിഷയമാണ് പഠന വിധേയമാക്കുന്നത്. വിഷയം തിരുവിയോഗ നാളുകൾ. നമ്മുടെ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദുനിയാവിൽ നിന്ന് യാത്ര പിരിഞ്ഞ വിഷയങ്ങളാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. ഈ ഒരു ചരിത്രം മുസ്ലിമീങ്ങൾ ഏറെ പ്രാധാന്യത്തിൽ പഠിക്കേണ്ടതും അവരുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതുമായൊരു വിഷയമാണ്. കാരണം അത്രമേൽ പാഠങ്ങൾ, സന്ദേശങ്ങൾ സമ്മാനിച്ചാണ് ആ ദിനരാത്രങ്ങൾ കടന്നുപോയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 63 വർഷം ഇവിടെ ജീവിച്ചു. അതുകൊണ്ട് ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുമ്പോൾ 63 വയസ്സായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന് വഫാത്തിൻ്റെ സമയത്ത് 63 വയസ്സായിരുന്നു. ഉമർ റളിയല്ലാഹു തആല അൻഹു വഫാത്താകുമ്പോൾ 63 വയസ്സായിരുന്നു. ഈ വിഷയം പറയുമ്പോൾ മുആവിയ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, എനിക്കിപ്പോൾ 63 വയസ്സാണ് എന്ന്. ഏതായാലും ഈ ഒരു വിഷയം നമ്മളിവിടെ പഠിക്കുമ്പോൾ ആവർത്തിച്ച് വരുന്ന ഒരു പേരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര്. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് അത് ശ്രദ്ധിക്കണം. സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചെല്ലാത്തവൻ പിശുക്കനാണ്. അൽ ബഖീൽ മൻ ദുകിർതു ഇൻദഹു ഫലം യുസല്ലി അലൈഹി. അതുകൊണ്ട് തന്നെ നമ്മളൊരു പാട്ടായിട്ടും വിളിയാളായിട്ടൊന്നും നിർവഹിക്കേണ്ടതല്ല സ്വലാത്ത്. അത് നമ്മുടെ മനസ്സിൽ തട്ടി നിർവഹിക്കപ്പെടേണ്ട ഒരു ദുആവചനാണ്. അതുകൊണ്ട് എല്ലാവരും അത് ശ്രദ്ധിക്കണം എന്ന് തുടക്കത്തിൽ ഉണർത്തുകയാണ്. നമ്മൾ ഈ ഒരു അനുഗ്രഹീത വേദിയിൽ ഈ ഒരു സമയം ഒരുമിച്ച് കൂടുമ്പോൾ ഈ വേദിയിൽ മനസ്സ് നട്ട് നമ്മളിൽ നിന്ന് പല കാരണങ്ങളാൽ അകന്നു കഴിയുന്ന ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ രോഗം കൊണ്ട് പൊറുതിമുട്ടുന്നവർക്ക് ശിഫ നൽകുമാറാവട്ടെ. ജീവിത പ്രാരാബ്ദങ്ങളിൽ, പ്രയാസങ്ങളിൽ കഴിയുന്നവർക്ക് അല്ലാഹു അവരുടെ പ്രയാസങ്ങളെ ദൂരീകരിക്കുമാറാവട്ടെ. ഇനിയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവൻ്റെ പ്രീതിയിൽ സമ്മേളിക്കാൻ, സന്ധിക്കാൻ അവർക്കും നമുക്കുമൊക്കെ അള്ളാഹു അവസരം നൽകുമാറാവട്ടെ. നമ്മുടെ വേദിയെ സജീവമാക്കിയിരുന്ന പലരും മൺമറഞ്ഞ് കബറിടങ്ങളിലാണ്. അള്ളാഹു ആ കബറിടങ്ങളെ നിറഞ്ഞ സന്തോഷത്തിൽ ആദരിക്കുമാറാവട്ടെ. നമ്മുടെ ഈ ഒരു സദസ്സിനെ അള്ളാഹു ഒരു പുണ്യമായി അത്യുന്നതങ്ങളിൽ കബൂലാക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലേ കൂട്ടി അറിഞ്ഞിട്ടുണ്ട് അവിടുത്തെ ജീവിതം ഇവിടെ അവസാനിക്കാറായി എന്നുള്ളത് ഈ ഭൗതിക ലോകത്ത്. അതുകൊണ്ട് തന്നെ ഹജ്ജ് വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആളുകളോട് പറയുമായിരുന്നു, ലഅല്ലി ലാ അറാക്കും ബഅദ ആമി ഹാദാ. ഈ വർഷത്തിന് ശേഷം ഇനി ഞാൻ നിങ്ങളുമായി സന്ധിച്ചു കൊള്ളണമെന്നില്ല. ഹജ്ജിൽ പല സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് ആളുകളോട് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ പറഞ്ഞത്, നിങ്ങൾ ഹജ്ജ് കർമ്മങ്ങൾ എന്നിൽ നിന്ന് നന്നായി പഠിച്ചോളി, സ്വീകരിച്ചോളി. ലഅല്ലി ലാ അഹുജ്ജു ബഅദ ഹജ്ജത്തി ഹാദിഹി. ഈ ഒരു ഹജ്ജിന് ശേഷം ഇനി ഞാൻ ഹജ്ജ് ചെയ്തു കൊള്ളണമെന്നില്ല. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആളുകളോട് പറഞ്ഞുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ
ഇതൊക്കെ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആളുകളോട് അൻതും മസ്ഊലൂന അന്നി, നിങ്ങൾ ആളുകളെ എന്നെക്കുറിച്ച് ചോദിക്കപ്പെടും. ഫമ അൻതും ഖായിലൂൻ, എന്നെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ നിങ്ങൾ എന്ത് പറയും? അപ്പോൾ ആളുകൾ പറയും, നിങ്ങൾ ബല്ലഗത റിസാല വ അദ്ദൈതൽ അമാന വ നസഹ്തൽ ഉമ്മ, നിങ്ങൾ എത്തിച്ചു തന്നിട്ടുണ്ട്, പ്രവാചകത്വം നിർവഹിച്ചിട്ടുണ്ട്, ഉമ്മത്തിന് ഗുണകാംക്ഷയായി വർത്തിച്ചിട്ടുണ്ട്, ഇതൊക്കെ ഞങ്ങൾ സാക്ഷ്യം വഹിക്കുമെന്നൊക്കെ പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകാശത്തേക്ക് ചൂണ്ടി, പിന്നെ അത് ആളുകളിലേക്ക് ചൂണ്ടി, അല്ലാഹുമ്മ ഫഷ്ഹദ്, അല്ലാഹുവേ നീ ഇതിന് സാക്ഷിയാകൂ എന്നൊക്കെ പ്രതികരിച്ച്, അങ്ങനെ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നുണ്ട്. ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്രയാക്കുകയാണ്. വദ്ദഅ അന്നാസ് എന്നാണ് ഹജ്ജിൽ. എല്ലാവരോടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര പറഞ്ഞാണ് പിന്നെ ഹജ്ജിൽ നിന്ന് മടങ്ങുന്നത്. അതുകൊണ്ടാണ് ആളുകൾ തിരിച്ചു പോയപ്പോൾ ഹാദിഹി ഹജ്ജത്തുൽ വദാ, ഇത് വിടവാങ്ങൽ ഹജ്ജാകുന്നു എന്ന് പറഞ്ഞ് ഹജ്ജിൽ നിന്ന് ആളുകൾ പിരിഞ്ഞു പോയത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഹജ്ജിൽ എല്ലാവരോടും യാത്ര പറഞ്ഞ് എല്ലാവരെയും യാത്രയാക്കി പിരിയുകയാണ് ഉണ്ടായത്. ഇതൊക്കെ അറിയിക്കുന്നത് തിരുവിയോഗത്തിൻ്റെ നാളുകൾ അടുത്തു എന്നുള്ളതാണ്. ഹജ്ജ് കഴിഞ്ഞ് മടങ്ങുമ്പോൾ ആ വർഷത്തെ ദുൽഹജ്ജ് 18 ഒരു ഞായറാഴ്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജിൽ നിന്നുള്ള മടക്ക യാത്രയിൽ ഗദീർ ഖും എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി. അവിടെ ഒരു തടാകമാണ്. ആ തടാകം, അവിടെ ജലാശയങ്ങളുള്ള ഒരു സ്ഥലം, അതിന് ഖും എന്നാണ് പറയുക, ഗദീർ ഖും എന്ന്. അവിടെ എത്തിയപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മടക്കത്തിൽ തൻ്റെ കൂടെയുള്ള എല്ലാ ആളുകളെയും വിളിച്ചു കൂട്ടിയിട്ട് ഇങ്ങനെ പ്രസംഗിച്ചത്. ജനങ്ങളെ, ഞാനൊരു മനുഷ്യൻ മാത്രമാണ്, എൻ്റെ റബ്ബിൻ്റെ ദൂതൻ വരാൻ സമയമെടുത്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വഅന താരിക്കും ഫീക്കും സഖലൈൻ, ഭാരിച്ച 2 ഉത്തരവാദിത്തങ്ങൾ ഞാൻ വിട്ടേച്ചാണ് ഞാൻ പോകുന്നത്. ഭാരിച്ച 2 ഉത്തരവാദിത്തങ്ങൾ. എന്നിട്ട് ആ ഉത്തരവാദിത്തങ്ങളിൽ ഒന്ന് കിതാബുല്ലാഹ്, അള്ളാഹുവിൻ്റെ കിതാബാണ്, വിശുദ്ധ ഖുർആൻ. എന്നിട്ട് വിശുദ്ധ ഖുർആനെ കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ രണ്ടാമത്തെ ഭാരിച്ച ഉത്തരവാദിത്തം പറഞ്ഞത് വ അഹ്ലു ബൈത്തി എന്നാണ്. വ അഹ്ലു ബൈത്തി എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബം, നബി കുടുംബം. അത് ഭാരിച്ച ഒരു ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ 2 സഖലൈൻ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളെ ഗദീർ ഖുമ്മിൽ വെച്ച് ഉമ്മത്തികളെ ഏൽപ്പിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും മദീനയിലേക്ക് യാത്ര തുടർത്തി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പ്രസംഗത്തിൽ ആമുഖമായി പറഞ്ഞ വിഷയം ഇതാണ്: അയ്യുഹന്നാസ് ഇന്നമാ അന ബശറുൻ യൂഷികു അൻ യഅതിയ റസൂലു റബ്ബി ഫഉജീബ്. റബ്ബിൻ്റെ ദൂതൻ വരാൻ സമയമെടുത്തിരിക്കുന്നു, അതിന് ഞാൻ ഉത്തരം നൽകാൻ. എന്ന് പറഞ്ഞാൽ മരണദൂതൻ വന്ന് എന്നെ വിളിക്കാൻ സമയമെടുത്തു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ അറിയിക്കുകയാണ്. മദീനയിലേക്ക് മടങ്ങിയെത്തിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് നിയോഗിക്കുന്നുണ്ട്. അപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹുവിനെ യാത്രയാക്കുമ്പോൾ മുആദ് എന്നവർ ഒട്ടകപ്പുറത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാൽനടയായിട്ട് മുആദിനെ യമൻ്റെ ഭാഗത്തേക്ക് അയക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദിനോട് പറയുന്നത്, യാ മുആദ് ഇന്നക അസാ അല്ലാ തൽഖാനി ബഅദ ആമി ഹാദാ വലഅല്ലക അൻ തമുറ ബിമസ്ജിദി വഖബ്രി എന്നാണ്. ഈ വർഷത്തിന് ശേഷം താങ്കൾ ഞാനുമായി കണ്ടുമുട്ടിയില്ലെന്ന് വരാം, എൻ്റെ മസ്ജിദിനും ഖബറിനും അരികിലായിരിക്കും താങ്കൾ വരിക എന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കി നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദിനോട് യമനിലേക്ക് പോകുമ്പോൾ പറയുകയാണ്, ഇനി നമ്മൾ കണ്ടുമുട്ടിക്കൊള്ളണമെന്നില്ല, ഇനി നിങ്ങൾ വരുമ്പോൾ എൻ്റെ മസ്ജിദിലൂടെ ആയിരിക്കും വരിക, എൻ്റെ ഖബറിന് അരികിലൂടെ ആയിരിക്കും വരിക എന്ന് പറയണം. ഹദീസിൽ കാണാം ബക മുആദുൻ ജശഅൻ. അപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു വേദന തിന്നുകൊണ്ട്, അല്ലെങ്കിൽ ദുഃഖഭരിതമായിട്ട് കരഞ്ഞു എന്നാണ്, വളരെ വികാരഭരിതമായിട്ട് കരഞ്ഞു എന്നാണ്. കാരണം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവസാനമായിട്ട് കാണുകയാണ്, ഇനി ഈ സന്ധിക്കലില്ല.
അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ വേദനയിൽ കരഞ്ഞത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ അടക്കി. ഇന്നമൽ ബുകാഉ മിന ഷൈത്താൻ, ഷൈത്താൻ്റെ പ്രേരണയാലാണ് കരച്ചിൽ എന്നൊക്കെ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ കരയുന്നതിൽ നിന്ന് വിലക്കി. പിന്നെ ചില ഉപദേശങ്ങളൊക്കെ കൊടുത്തു. മുആദ് റളിയല്ലാഹു അൻഹു ഉപദേശം ചോദിച്ചു, റസൂലുള്ള ഉപദേശം നൽകിയൊക്കെ ഹദീസിൽ കാണാം. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത്, തിരുവിയോഗ നാളുകൾ അടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ പല സന്ദർഭങ്ങളിലായിട്ട് സഹാബികളെ അറിയിച്ചിരുന്നു എന്നുള്ളതാണ്. ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ ഹജ്ജ് മാസത്തിൻ്റെ ശിഷ്ട നാളുകൾ മുഹറം, സഫർ, റബീഉൽ അവ്വൽ 12, ഇത്രയും ദിവസങ്ങളാണ് ജീവിച്ചത്. അതിൽ സഫർ മാസത്തിൻ്റെ അവസാനമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഖീ ഖബർസ്ഥാൻ സന്ദർശിക്കുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് അബൂ മുവൈഹിബ എന്ന് പറയുന്ന ഒരു മൗലയാണ്. അബൂ മുവൈഹിബ ബഖീ ഖബർസ്ഥാൻ സന്ദർശിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ മുവൈഹിബയോട് പറയാണ്, അബൂ മുവൈഹിബ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ദാസന്, അല്ലെങ്കിൽ എനിക്ക് ഈ ദുനിയാവിൽ നിത്യവാസം, ഇതിനപ്പുറം സ്വർഗം, മരണത്തിനപ്പുറം സ്വർഗം, തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. ഞാൻ മരണാനന്തരം സ്വർഗജീവിതം തിരഞ്ഞെടുത്തു എന്ന് പറയാണ്. അപ്പോൾ അബൂ മുവൈഹിബ പറയുന്നുണ്ട്, ഇവിടെയുള്ള ജീവിതവും പിന്നെ മരണവും പിന്നെ സ്വർഗജീവിതവും തിരഞ്ഞെടുക്കും എന്ന് പറയുമ്പോൾ അബൂ മുവൈഹിബയോട് റസൂലുള്ളാഹിൻ്റെ പ്രതികരണമാണ്, ഇല്ല അബൂ മുവൈഹിബ, അള്ളാഹുവാണ്, ഞാൻ എൻ്റെ റബ്ബിനെ കാണലും സ്വർഗവും തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. ഇത് സഫർ മാസത്തിൻ്റെ അവസാനത്തിൽ ബഖീ ഖബർസ്ഥാൻ സിയാറ ചെയ്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ മുവൈഹിബയോട് പങ്കുവെച്ച ഒരു വിഷയമാണ്. ഞാൻ മരണവും പിന്നെ മരണാനന്തരം റബ്ബിനെ കണ്ടുമുട്ടലും തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന്. ബഖീ ഖബർസ്ഥാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്ദർശനം നടത്തി. ആ സന്ദർശനത്തിൽ റസൂലുള്ള ഒരു വീഴുന്ന വിഷയമുണ്ട്. കാരണം അപ്പോഴത്തേക്ക് റസൂലുള്ളാഹിക്ക് രോഗം വന്നു, ആവശ്യമായിട്ട് തലവേദനയൊക്കെ ആയിട്ട് റസൂലുള്ള വീഴുന്ന ഒരു വിഷയമുണ്ട്. അബൂ മുവൈഹിബയാണ് റസൂലുള്ളാഹിനെ താങ്ങി എടുത്തു വരുന്നത്. ഈ സമയം ആയിഷ റളിയല്ലാഹു തആല അൻഹാക്ക് തലവേദന കാരണത്താൽ അവരുടെ ഹുജറയുടെ പടിക്കലിൽ ഒരു വെക്കാൻ പറയുന്നുണ്ട് വീട്ടിലെ ജോലിക്കാരിയോട്. എന്നിട്ട് അവർ വീട്ടുപടിക്കൽ ആ തലയിണയിലിരിക്കുകയാണ്. അവരുടെ തലവേദന കാരണത്താൽ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് ഒരാശ്വാസത്തിന് വേണ്ടി. അങ്ങനെ തലവേദനിച്ച് ആയിഷ റളിയല്ലാഹു തആല അൻഹ ഇരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഖീ ഖബർസ്ഥാനിൽ നിന്ന് വരികയാണ്. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല വാറസാ എന്ന് പറയുന്നത് ഇതൊരു തലവേദനയാണ് എന്ന് പറയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ബൽ അന വാറസാ, എനിക്കും തലവേദനയുണ്ട് എന്ന് പറയാണ്. അവിടെ ആയിഷ റളിയല്ലാഹു തആല അൻഹ അവരുടെ തലവേദനയുടെ വിഷയം പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സങ്കടപ്പെടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷയോട് പറയാണ്, മാ ദറക്കി ലൗ മിത്തി ഖബ്ലി, ആയിഷ, ഞാൻ മരിക്കുന്നതിന് മുമ്പാണ് മരിക്കുന്നത് എങ്കിൽ നിങ്ങൾക്കൊരു പ്രയാസമില്ല. എന്താ വിഷയം? ഞാൻ നിങ്ങളുടെ ജനാസയുടെ സംസ്കരണത്തിൻ്റെ കാർമ്മികത്വം വഹിക്കാം. ഞാനാണ് നിങ്ങളുടെ എല്ലാ കാർമ്മികത്വവും വഹിക്കുക. മാത്രമല്ല, നിങ്ങളെ ജനാസ കുളിപ്പിക്കുന്നത് ഞാനായിരിക്കും, നിങ്ങളെ കഫൻ ചെയ്യുന്നത് ഞാനായിരിക്കും നിങ്ങളുടെ ജനാസക്ക് നിസ്കാരത്തിന് നേതൃത്വം നൽകുക. പിന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പാപമോചനത്തേട്ട നടത്തും, ഇസ്തിഗ്ഫാർ നടത്തും, അസ്തഗ്ഫിറു ലക്കി, പിന്നെ വഅദഉ ലക്കി, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ദുആയും ചെയ്യും. അതുകൊണ്ട് ആയിഷ, ഞാൻ മരിക്കുന്നതിന് മുമ്പ് മരിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ അതിൽ വിഷമിക്കേണ്ടതില്ല. ഞാനിതൊക്കെയും നിങ്ങൾക്കായി നിർവഹിക്കാനുണ്ടാകും എന്ന് ആയിഷയെ സമാശ്വസിപ്പിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്നാണ്. പക്ഷേ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഇതിനോട് പ്രതികരിച്ചത്, വല്ലാഹി ഇന്നി ലഅദുന്നുക തുഹിബ്ബു മൗതി, തിരുദൂതരെ, ഞാൻ മരിക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നു അല്ലേ, അതാണ് ഞാൻ വിചാരിക്കുന്നതെന്ന് പറയുക ചെയ്തത് ആയിഷ റളിയല്ലാഹു തആല. എന്നിട്ട് അവർ പറയുന്നുണ്ട്, അങ്ങനെ ഞാൻ മരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ ഹുജറയിൽ
മറ്റൊരു നിങ്ങളുടെ സഹധർമ്മിണി പിന്നെ എൻ്റെ കിടപ്പറയിൽ എൻ്റെ ശയ്യയിൽ അങ്ങയോടത്ത് പിന്നെ കിടപ്പറ പങ്കിടും എന്ന് ഒക്കെ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്. ഞാൻ മരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു അല്ലേ എന്ന് പറഞ്ഞു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനോട് ഒരു പുഞ്ചിരിയോട് കൊണ്ട് മാത്രം പ്രതികരിച്ചു എന്നാണ്. ഒന്നും പ്രതികരിച്ചില്ല, പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്തതെന്നാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത നാളുകൾക്കൊടുവിൽ ഇതിന് ശേഷം പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 12 ദിവസം ആണ് ഈ ദുനിയാവിൽ ജീവിച്ചത്. പക്ഷേ ആയിഷ റളിയല്ലാഹു തആല അൻഹയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അത്രമേൽ ഒരു സ്നേഹബന്ധത്തിൽ ആയിരുന്നു എന്നുള്ളത് കൂടിയാണ് ഈ ഒരു സംഭാഷണം അറിയിക്കുന്നത്. ഏതായാലും ഇത് ആ നാളുകളിലെ ഒരു വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതൊക്കെ ഈ ഇതിൻ്റെ അവസാനം ദുആ ചെയ്യാം, പിന്നെ ഞാൻ നിങ്ങളെ മറമാടാം എന്നൊക്കെ മഹദിയോട് പറയുന്നുണ്ട്. അതിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്പോൾ ആയിഷ റളിയല്ലാഹുവിൻ്റെ വീട്ടിൻ്റെ അടുത്തേക്ക് വന്നിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ശാരീരികമായിട്ട് അവശത ഉണ്ട്. അപ്പോൾ അവിടെ നിന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണിത്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും മകനെയും വിളിച്ചു വരുത്തി ഒരു എഴുത്ത് തയ്യാറാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. എന്തുകൊണ്ട്? അബൂബക്കറിനുള്ള അർഹത മറ്റാരെങ്കിലും ആഗ്രഹിക്കുമോ കൊതിക്കുമോ എന്ന് ഞാൻ ഭയക്കുന്നു. അതുകൊണ്ട് എഴുതാൻ ഞാൻ ഉദ്ദേശിക്കുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശേഷം ആരായിരിക്കണം? അബൂബക്കർ റളിയല്ലാഹു തആല ആയിരിക്കണം വരേണ്ടതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ദേശിക്കുന്നത്. അബൂബക്കറിനുള്ള ആ അർഹത മറ്റാരെങ്കിലും ആഗ്രഹിക്കുകയും വാദിക്കുകയും ചെയ്യുമോ എന്ന് ഞാൻ ഭയക്കുന്നു. അതുകൊണ്ട് ഒരു എഴുത്ത് ഞാൻ തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നു എന്നവിടെ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ആ എഴുത്ത് തയ്യാറാക്കാനോ അതിനുവേണ്ടി ഒരുങ്ങാനോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവസരം ഉണ്ടായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ തുടർന്ന് രോഗം മൂർജിച്ച് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ ആ ഉദ്യമം ഒഴിവാക്കുകയാണ് ചെയ്തത്. അബൂബക്കർ റളിയല്ലാഹുവിന് വേണ്ടിയിട്ട് എഴുതാനുള്ള ആ ഉദ്യമം ഒഴിവാക്കുകയാണ് ചെയ്തത്. കാരണം അപ്പോഴത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തീർത്തും ശാരീരികമായി അവശത ഉണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസാമ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഒരു സൈന്യത്തെ ഈ നാളുകളിലാണ് നിയോഗിക്കുന്നത്. റോമക്കാർ, നമുക്കറിയാം മൂത്ത യുദ്ധം നടന്നത്. മൂത്ത യുദ്ധം നടക്കാനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ദൂതനെ റോമക്കാർ ചതിയിൽപ്പെടുത്തിയതും വധിച്ചതുമാണ്. അതുകൊണ്ട് തന്നെ മൂത്ത യുദ്ധം നടന്നു. നമുക്കറിയാം മൂത്ത യുദ്ധത്തിൽ സെയ്ദ് ബിൻ ഹാരിസയാണ് റസൂലുള്ളാഹി കമാൻഡർ ഇൻ ചീഫായിട്ട് നിശ്ചയിച്ചത്. അദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ ജാഫറിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ അബ്ദുല്ലാഹി ഇബ്നു റവാഹയെ, മൂന്നാൾക്കും അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരാളെ തിരഞ്ഞെടുക്കുന്ന വിഷയം പറഞ്ഞു. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു തിരഞ്ഞെടുക്കപ്പെട്ട വിഷയം. സെയ്ദ് ബിൻ ഹാരിസ മൂത്തയിൽ വധിക്കപ്പെട്ടിട്ടുണ്ട്. റോമക്കാരോടുള്ള യുദ്ധം അത് പൂർണ്ണമായിട്ടില്ല മൂത്തയിൽ. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നതിന് മുമ്പ് ഉസാമ ഇബ്നു സെയ്ദിൻ്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്യാണ്, ഒരു സൈന്യത്തെ അങ്ങോട്ട് അയക്കുകയാണ്. അത് ഈ നാളുകളിലാണ്. ഈ ഉസാമ മുഅ്തയിൽ സൈനിക മേധാവിയായ സെയ്ദ് ബിൻ ഹാരിസയുടെ മകനാണ്. ഉസാമക്കന്ന് 17 അല്ലെങ്കിൽ 18 വയസ്സ്, ചെറുപ്രായക്കാരൻ. ഈ ഉസാമയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സർവ്വസൈന്യാധിപനായിട്ട് 3000 അതിൽ പരം ആളുകളെ ഉള്ള ഒരു സൈന്യത്തെയാണ് അയക്കുന്നത്. എവിടേക്ക്? റോമയുടെ ഭാഗത്തേക്ക്. അപ്പോൾ ആളുകൾ അതിൽ എതിരഭിപ്രായം പറയാൻ തുടങ്ങി, മുറുമുറുപ്പ് തുടങ്ങി. കാരണം ഉസാമ എന്ന് പറഞ്ഞാൽ ചെറുപ്രായക്കാരൻ. ഈ സൈന്യത്തിൽ എത്രയോ മുതിർന്നവരുണ്ട്, എത്രയോ വലിയവരുണ്ട്. എന്നിട്ടും ഉസാമയെ അയക്കുന്നതിൽ ചില ആളുകൾ വിയോജിപ്പ് പ്രകടിപ്പിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വിഷയത്തിൽ ശക്തമായിട്ട് പറഞ്ഞു.
ഉസാമയുടെ വിഷയത്തിൽ നിങ്ങളിപ്പോൾ വിയോജിപ്പ് പറയുന്നു, അദ്ദേഹത്തിൻ്റെ ഇമാറത്ത് നേതൃത്വം അതിനെ നിങ്ങൾ കുത്തി പറയുന്നു, കുറ്റപ്പെടുത്തുന്നു. ഇതിനു മുമ്പ് ഉസാമയുടെ വാപ്പ സെയ്ദ് ബിൻ ഹാരിസയെയും അദ്ദേഹത്തിൻ്റെ ഇമാറത്തിനെയും ഇങ്ങനെ നിങ്ങൾ കുത്തി പറയുന്ന കുറ്റം പറയുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഉസാമ തീർത്തും ഇമാറത്തിന് അർഹനാണ്. വൈമുള്ള ലഖദ് കാന ഖലീഖൻ ലിൽ ഇമാറ എന്നാണ്. അദ്ദേഹം നേതൃത്വത്തിന് അർഹൻ തന്നെ. അദ്ദേഹവും പിതാവും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ്. അതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വെച്ച് പറയുന്നുണ്ട്. ഉസാമയും അദ്ദേഹത്തിൻ്റെ പിതാവ് സെയ്ദും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫസ്തൗസൗ ബിഹി ഖൈറ ഫഇന്നഹു മിൻ സാലിഹീകും, ഉസാമയോട് നിങ്ങൾ നല്ല രീതിയിലാണ് പെരുമാറേണ്ടത്, നിങ്ങളിൽ സാലിഹായ ഒരു മനുഷ്യനാണ് ഉസാമ എന്നൊക്കെ ഈ ഉസാമയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ഉസാമയുടെ സൈന്യത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ നിന്ന് യാത്രയാക്കി. മദീനയിൽ നിന്ന് യാത്രയായ ആ സൈന്യം തബൂക്കിലേക്കാണ്, ആ ഭാഗത്തേക്കാണ് പോണത്. ആ ഭാഗമാണ് തബൂക്കിന് നേരെ. അപ്പോൾ മദീനയിൽ നിന്ന് തബൂക്കിലേക്കുള്ള വഴിയിൽ ജുറൂഫ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ജുറൂഫ്, ഇന്നും ജുറൂഫ് തന്നെയാണ് അതിന് പേര്. നമ്മൾ മദീന സിയാറത്ത് ചെയ്യുമ്പോൾ ഖുർആൻ പ്രിൻറ്റിംഗ് പ്രസ് കോംപ്ലക്സ് ഉണ്ടല്ലോ, മലിക് ഫഹദ് ഖുർആൻ പ്രിൻറ്റിംഗ് പ്രസ് കോംപ്ലക്സ് ഒക്കെ ഈ ഭാഗത്താണ്, ആ ജുറൂഫിൻ്റെ ഭാഗത്താണ് ഉള്ളത്. ഏതായാലും ജുറൂഫിൽ ഉസാമയുടെ സൈന്യം എത്തി. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്രയാക്കി. സൈന്യം അവിടെ എത്തിയപ്പോഴത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രോഗം മൂർജിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തീർത്തും അവശനാണ് എന്നുള്ളത് ഉസാമക്കും സൈന്യത്തിനും വിവരം കിട്ടിയപ്പോൾ അവരെന്ത് ചെയ്തു? സൈന്യം പുറപ്പെട്ടില്ല, ജുറൂഫിൽ തങ്ങി. പിന്നെ അവർ മടങ്ങുകയാണ് ചെയ്തത്, മദീനയിലേക്ക് മടങ്ങുകയാണ് ചെയ്തത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ അവസ്ഥയിൽ അവർ പോകാൻ തയ്യാറായില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഖലീഫ ആയതിനു ശേഷമാണ് ആരെ വിട്ടത്? പിന്നെ ഉസാമയുടെ നേതൃത്വത്തിൽ ഈ സൈന്യത്തെ വീണ്ടും വിടുകയുണ്ടായത്. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹുവിനോടും ആളുകൾ എതിർത്ത് പറയുന്നുണ്ട്. കാരണം റോമാക്കാർ എന്ന് പറഞ്ഞെങ്കിൽ അത്ര വലിയ ഊക്കിൽ, ആൾബലത്തിൽ, കായിക ബലത്തിലുള്ളൊരു സൈന്യമാണ്. അപ്പോൾ അവരെ എതിരിടാൻ ഉസാമയുടെ നേതൃത്വത്തിലുള്ളൊരു സൈന്യം പോരാ എന്നതായിരുന്നു ആളുകളുടെ വിയോജിപ്പ്. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉയർത്തിയ ഒരു പതാകയെ താഴെ വെക്കാൻ കൂട്ടാക്കിയില്ല. ഉസാമയെ തന്നെ വിടുകയാണ് ചെയ്തത് ഖിലാഫത്ത് ഏറ്റെടുത്തതിന് ശേഷം. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ജീവിത നാളുകൾ, വിയോഗ നാളുകളിൽ നടന്ന ഒരു പ്രധാന സംഭവമാണ് ഉസാമയുടെ ഈ സൈന്യത്തെ അയക്കൽ. ആ സൈന്യത്തെ അയച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ ശയ്യാവലംബിയാവുകയാണ് ചെയ്തത് എന്നതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്ന ചരിത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീനത്തിൽ അടിപ്പെട്ട് ശയ്യാവലംബിയായപ്പോൾ ഉമ്മുൽ മുബശ്ശിർ അൽ അൻസാരിയ വരുന്നുണ്ട്. എന്നിട്ട് ഉമ്മുൽ മുബശ്ശിർ ചോദിക്കുന്നുണ്ട്, തിരുദൂതരെ, നിങ്ങൾക്ക് ഈ ദീനം കലശലായി, കടുത്തതായി, നിങ്ങൾ ആരെയാണ് ഈ രോഗത്തിൻ്റെ വിഷയത്തിൽ ഊഹിക്കുന്നത്? ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് സംജാതമായി ആക്കിയതിൽ ഇതിന് പിന്നിൽ ആരാണ് എന്ന് ചോദിക്കുന്നുണ്ട്. ഉമ്മുൽ മുബശ്ശിർ, അവർക്ക് ഉമ്മു ബിഷിർ എന്നും പറയും, അൽ അൻസാരിയ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മുൽ മുബശ്ശിറിനോട് പറഞ്ഞതാണ്, യാ ഉമ്മ മുബശ്ശിർ, മാസിൽതു അജിദു അലമൽ അക്ലത്തല്ലത്തി അക്കൽതു മഅ ഇബ്നികി ബി ഖൈബർ. ഉമ്മു മുബശ്ശിർ, ഖൈബറിൽ ഞാൻ കഴിച്ച ഭക്ഷണം, അത് നിങ്ങളുടെ മകനോടൊപ്പം ഞാൻ കഴിച്ച ഭക്ഷണം, അതാണ് എനിക്ക് ഈ വിഷയം അസുഖം ഉണ്ടാക്കിയത് എന്നതാണ് ഞാൻ ധരിക്കുന്നത് എന്ന് പറയാം. അതിൻ്റെ വേദന ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്നു. തുആവിദിനെ ഖൈബറിൽ അന്ന് തിന്നു, എല്ലാ വർഷവും എനിക്ക് ഈ വേദന പിന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഹത്താ കാന ഹാദാ അവാനു ഖിതാ അബുഹുരി മിൻ ദാലിക സും. ഖൈബറിലേറ്റ ആ വിഷം ഇപ്പോൾ എൻ്റെ ഈ അബുഹുർ എന്ന് പറഞ്ഞാൽ ജീവനാടി,
അതിനെ മുറിച്ച് കളയുന്ന രീതിയിൽ എനിക്ക് വേദന തരുന്നുണ്ട് എന്ന് ഉമ്മു മുബഷിറിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്നാണ്. ഖൈബർ യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ബിശ്ർ ഇബ്നുൽ ബറ ഇബ്നു മഅറൂർ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അപ്പോഴാണ് ജൂതപ്പെണ്ണ് സൈനബ് ബിൻതുൽ ഹാരിസ് എന്നവൾക്ക് പറയും, ജൂത നേതാവായ സല്ലാം ഇബ്നു മുഷ്കം എന്നവൻ്റെ ഭാര്യയാണ്. ഈ ജൂത നേതാക്കന്മാർ പ്ലാൻ ചെയ്തിട്ട് ഈ പെണ്ണിനെ കൊണ്ട് മാംസാഹാരം ഉണ്ടാക്കി അതിൽ വിഷം വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകി കൊല്ലാനായിരുന്നു അവരുടെ പരിപാടി. അതുകൊണ്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളുടെ ഹദിയ സ്വീകരിക്കുമോ എന്ന് വന്ന് ചോദിച്ചത്. മാംസാഹാരമാണെങ്കിൽ ഹദിയ സ്വീകരിക്കുമോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതൊക്കെ സ്വീകരിക്കുമെന്ന് പറഞ്ഞു. മാംസാഹാരമാണെങ്കിൽ ആടിൻ്റെ ഏത് ശരീരഭാഗമാണ് ഏറ്റവും ഇഷ്ടം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കാൽ തുടയാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നുണ്ട്. അതൊക്കെയും ഈ വിഷം വെക്കാൻ അവരുടെ ഒരു കുബുദ്ധിയായിരുന്നു. ഏതായാലും ആ മാംസം വന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ബിശ്ർ ഇബ്നുൽ ബറ ഇബ്നു മഅറൂർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉമ്മയാണ് ഈ ഉമ്മു മുബഷിർ അല്ലെങ്കിൽ ഉമ്മു ബിശ്ർ. ബിശ്ർ മരിച്ചു. കാരണം ആ വിഷം തീണ്ടി ഉഗ്രവിഷമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മാംസം വായിലിട്ടപ്പോഴത്തേക്ക് ചില നിവേദനങ്ങളിൽ ആ മാംസം സംസാരിച്ചു എന്നാണ്, എന്നിൽ വിഷമുണ്ട് എന്ന്. ചില നിവേദനങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിഷം ചുവച്ചു, തുപ്പി. പക്ഷേ ആ വിഷത്തിൻ്റെ സ്വാധീനം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ചെറിയ നാവുണ്ടല്ലോ ഉള്ളിൽ, അതിൽ പാടുണ്ടായിരുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് അതിനെ തുടർന്ന് വേദനയിൽ കഴിഞ്ഞതാണ് പറയുന്നത്. എല്ലാ വർഷവും ഈ വേദന എനിക്ക് വന്നുകൊണ്ടേയിരുന്നു, ഇപ്പോൾ എൻ്റെ ജീവനാടി മുറിയുന്ന പോലെ എനിക്ക് വേദനയുണ്ട് എന്നാണ് ഉമ്മു മുബഷിർ റളിയല്ലാഹു തആല അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. മരിക്കുന്ന സമയം, വഫാത്താകുന്ന സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷയോട് ഇത് പറയുന്നുണ്ട്. ആയിഷ, ഇന്നി അജിദു അലമ തആമല്ലദി അകൽതുഹു മിൻ ഖൈബർ, ഖൈബറിൽ നിന്ന് ഞാൻ കഴിച്ച ആ മാംസം, അതിൻ്റെ വേദന ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നു. പിന്നെ ഇതുപോലെ പറയുന്നുണ്ട്, ഹാദ അവാനുൻ വജത്തിൻ ഖിതാ അബുഹുരി മിൻ ദാലികസ്സും, ആ വിഷം തീണ്ടിയതിനാൽ എൻ്റെ ജീവനാടി മുറിയുന്ന പോലെ എനിക്ക് വേദനയുണ്ട് എന്ന് മഹദിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സങ്കടപ്പെടുന്നുണ്ട്. ഏതായാലും തിരുനബിയോട് ഉമ്മു ബഷീർ അല്ലെങ്കിൽ ഉമ്മു ബിഷീർ അൽ അൻസാരിയെ ചോദിക്കുകയാണ്, ഈ അസുഖത്തിന് പിന്നിൽ നിങ്ങൾ ആരെയാണ് ഊഹിക്കുന്നത് എന്ന്. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഖൈബറിൽ ജൂതപ്പെണ്ണ് നൽകിയ ആ മാംസാഹാരത്തെയാണ് എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രോഗം അത്രമേൽ കഠിനമായതിനാലാണ് മഹദി ഉമ്മു ബഷീർ വന്ന് അന്ന് ചോദിക്കുന്നത്. ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, തിരുനബിയുടെ അവശത കണ്ട്, റസൂലെ നിങ്ങൾക്ക് ദാത്തുൽ ജംബ് അസുഖമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദാത്തുൽ ജംബ് എന്ന് പറഞ്ഞെങ്കിൽ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് മുഴകൾ വന്ന് ആ മുഴകൾ പൊട്ടിയിട്ടുള്ള ഒരു അസുഖം. നമുക്കറിയാം ആ അസുഖം എന്താണ് എന്നുള്ളത്. അള്ളാഹു നമുക്കൊക്കെ ആഫിയത്ത് നൽകുമാറാവട്ടെ. ദാത്തുൽ ജംബ് എന്നതിന് പറയാം. ആ അസുഖം പിടിപെട്ടവർ രക്ഷപ്പെടാൻ ചാൻസ് ഇല്ല എന്നൊക്കെ ഹദീസിൻ്റെ ഷറഹിൽ കാണാം. അപ്പോൾ അസുഖം ഇതാണ് നിങ്ങൾക്ക് അസുഖം എന്ന് പറയുന്നുണ്ട് ആയിഷ റളിയല്ലാഹു തആല. കാരണം ഈ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വേദനയും അതേപോലെ തന്നെ ക്ഷീണവും ഒക്കെ കണ്ട്. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആലയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു മറുപടിയാണിത്. അതൊരു രോഗമാണ് എങ്കിൽ അത് പിശാചിൽ നിന്നാണ്. അള്ളാഹു ഒരിക്കലും പിശാചിന് എൻ്റെ മേൽ ആധിപത്യം നൽകില്ല എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ദാത്തുൽ ജംബല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷയോട് പറയാണ്. പക്ഷേ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഷയം എന്താണ്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത് ആ വിഷം അത് തീണ്ടിയതിനാലുള്ള പ്രയാസവും രോഗവുമാണ്. റബീഉൽ അവ്വൽ മാസം അതിൻ്റെ ദിനങ്ങൾ തുടരുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യമാരെ വിളിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഭാര്യമാരോട് പറഞ്ഞു, ഞാൻ അവശനാണ്, രോഗിയാണ്. ഇനി നിങ്ങളെല്ലാവരുടെയും അടുക്കൽ ചുറ്റി സഞ്ചരിച്ച്
എല്ലാ വീടുകളും കയറി ഇറങ്ങുക എന്നുള്ളത് എനിക്ക് ശ്രമകരമാണ്, പറ്റൂല. റഹ്മക്കല്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ദിവസവും 2 നേരം രാവിലെ എല്ലാ ഭാര്യമാരുടെ അടുക്കലേക്ക് പോയി വരും. പിന്നെ രാത്രി ഏതൊരു ഭാര്യയുടെ അടുക്കലേക്കാണ് അന്തി ഉറങ്ങാൻ പോകേണ്ടത് അതിനു മുമ്പ് എല്ലാ ഭാര്യമാരുടെയും അടുക്കൽ പോയിട്ട് അന്വേഷിച്ചിട്ട് കാര്യങ്ങൾ തിരക്കിയിട്ട് വരും. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദിനങ്ങൾ. 2 തവണ എല്ലാ ഭാര്യമാരുടെയും വീട്ടിൽ സന്ദർശനം നടത്തുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. പക്ഷേ ഇനി എനിക്കതിനാവുകയില്ല എന്നുള്ളത് പറയാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യമാരെ വിളിച്ചു കൂട്ടിയിട്ട് അവരിലേക്ക് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെയും അലി റളിയല്ലാഹു തആല അൻഹുവിനെയും 2 ഭാഗങ്ങളിലാക്കി അവരിൽ ഊന്നി ചെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് അനുവാദം ചോദിച്ചു. ഞാൻ ആയിഷയുടെ അടുക്കൽ എൻ്റെ ഈ രോഗ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് താമസിക്കുന്നതിന് നിങ്ങളോട് ഞാൻ അനുവാദം ചോദിക്കുകയാണ്. അതിനു മുമ്പ് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ചോദിക്കും, ഐന അന അൽയൗം, ഐന അന ഗദൻ, ഇന്ന് ഞാൻ എവിടെയാണ്, നാളെ ഞാൻ എവിടെയാണെന്ന് ചോദിക്കുമായിരുന്നു. പിന്നെ സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ ചോദിക്കണത് എന്തിനാണ്? ചോദിക്കുന്നത് അവിടേക്ക് പോകാനുള്ള ഒരു പ്രയാസം തനിക്കുണ്ട് എന്നുള്ളത് ദ്യോതിപ്പിച്ചുകൊണ്ടാണ്. ഏതായാലും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ഭാര്യമാരെയും വിളിച്ചു കൂട്ടിയിട്ട് അവരോട് പറഞ്ഞു, ഇനി എനിക്ക് നിങ്ങളുടെ അടുക്കലേക്കൊക്കെ ദിനേനെ 2 തവണ ഇങ്ങനെ ചുറ്റി വരിക എന്നുള്ളത് ഈ രോഗാവസ്ഥയിൽ കഴിയില്ല. നിങ്ങൾ സമ്മതിക്കുകയാണ് എങ്കിൽ ഞാൻ ആയിഷയുടെ അടുക്കൽ ഇനി തങ്ങാം എന്ന് പറയാണ്. അപ്പോൾ എല്ലാ ഭാര്യമാരും അതിന് സമ്മതിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു രോഗാവസ്ഥയിൽ എല്ലാവരും കാണുന്നുണ്ട്. ഇത് ഒരു അനുവാദം എടുക്കേണ്ട കാര്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു ഭാര്യയുടെ അടുക്കൽ ശുശ്രൂഷയിൽ കഴിയുക. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവരെയും വിളിച്ചുകൂട്ടി അവരിലേക്ക് 2 ആളുടെ സഹായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഊന്നിക്കൊണ്ട് ചെന്ന് അവരോട് അനുവാദം എടുത്തതിന് ശേഷമാണ് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് പിന്നീട് ഈ രോഗാവസ്ഥയിൽ ശയ്യാവലംബിയാകാൻ മടങ്ങുന്നത്. ആയിഷ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസാന നാളുകൾ അതിൻ്റെ രാവും പകലും അനുഭവിച്ച മഹദിയാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര പ്രയാസത്തിലും വേദനയിലുമാണ് എന്നുള്ളത് മഹദിക്കറിയാം. അതുകൊണ്ട് ഒരിക്കൽ ആയിഷ പറയുന്നുണ്ട്, തിരുദൂതരെ, അങ്ങ് ദുആക്ക് ഉത്തരമുള്ളവനാണ്. അങ്ങേക്ക് രോഗശമനത്തിന് വേണ്ടി മോക്ഷത്തിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്താലും ദുആക്ക് ഉത്തരമുള്ള റസൂലല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നിങ്ങൾക്കൊരു രോഗത്തിൻ്റെ രക്ഷയ്ക്ക് മോക്ഷത്തിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യുമെന്ന് പറയുമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷയോട് പ്രതികരിച്ചത്, ആയിഷ ഇന്നനി അന അശദ്ദുന്നാസി ബലാഅൻ, ജനങ്ങളിൽ ഏറ്റവും കഠിനമായ പരീക്ഷണം ഉള്ള വ്യക്തിയാണ് ഞാൻ എന്ന് പറഞ്ഞാൽ ഇത് അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിന് ഞാൻ വിധേയനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹദിയോട് പറഞ്ഞു എന്നാണ്. സൂറത്തുൻ നസ്ർ വിശുദ്ധ ഖുർആനിൽ അവസാനമായി ഇറങ്ങിയ സൂറത്താണ്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബ. വളരെ പിൽക്കാലത്ത് വിശുദ്ധ ഖുർആനിൽ ഒന്നിച്ചിറങ്ങിയ ഒരു സൂറത്താണ് സൂറത്തുൻ നസ്ർ. ഈ സൂറത്തുൻ നസ്ർ അവതരിപ്പിച്ചതിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധരങ്ങൾ ഏറ്റവും കൂടുതൽ ചൊല്ലിയിരുന്നത് സുബ്ഹാനക വബിഹംദിക അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്, സുബ്ഹാനക വബിഹംദിക അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്, ഇതാണ്. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഈ രോഗാവസ്ഥയിൽ കിടക്കുന്ന തിരുദൂതരോട് ഇത് റസൂൽ ആവർത്തിച്ച് ചെല്ലുമ്പോൾ ചോദിക്കുന്നുണ്ട്, മാ ഹാദിഹിൽ കലിമാത്ത് അല്ലത്തി അറാക അഹ്ദസ്തഹ തഖൂലുഹ, തിരുദൂതരെ, മുമ്പൊന്നും നിങ്ങളിത് പറയാറില്ല, ഇപ്പം നിങ്ങളിതാ ആവർത്തിച്ച് എപ്പോഴും ഇങ്ങനെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താണ് ഈ പറയുന്നത് എന്നാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നത്.
അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് സൂറത്തു ഇദാ ജാഅ നസ്റുല്ലാഹി ഇറങ്ങി. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്താ? ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ്, റസൂലുള്ളാഹിക്ക് മരണ അറിയിപ്പാണ്. റസൂലുള്ളാഹിൻ്റെ അജലടുത്തു എന്നത് അറിയിപ്പാണ്. അതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത് സൂറത്തു നസ്ർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള മരണ വാർത്തയാണ്. റസൂലുള്ളാഹിൻ്റെ ജീവിതാവധി അടുത്തു. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഇനി എന്താ റസൂലുള്ളാഹിക്ക് ബാധ്യത? ഇദാ ജാഅ നസ്റുല്ലാഹ് വൽ ഫതഹ്, അള്ളാഹിൻ്റെ വിജയം വന്നു, മക്കം ഫതഹ് സംജാതമായി. വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ, ജനങ്ങൾ കൂട്ടം കൂട്ടമായി ദീനിൽ പ്രവേശിക്കുന്നത് അങ്ങ് കാണുകയും ചെയ്തു. ഹിജ്റയുടെ 9 ആമുൽ വുഫൂദാണ്, ആമുൽ ബൂസാണ്. ഗോത്രങ്ങളും ജനവിഭാഗങ്ങളും കൂട്ടം കൂട്ടമായിട്ട് മദീനയിൽ വന്ന് ഇസ്ലാം ആശ്ലേഷിച്ച വർഷമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക ഫതഹ് കണ്ടു, അള്ളാഹിൻ്റെ നസ്ർ കണ്ടു, ഈ ആളുകൾ കൂട്ടം കൂട്ടം ആ ഇസ്ലാം സ്വീകരിക്കുന്നതും കണ്ടു. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബാധ്യതയായിട്ടുള്ളത് ആളുകളെ വിളിക്കലും ക്ഷണിക്കലും ഒന്നുമില്ല, അതൊക്കെ ആയി. ഇനി ഇതാണ് ഫസബ്ബിഹ് ബിഹംദി റബ്ബിക് വസ്തഗ്ഫിറു ഇന്നഹു കാന തവ്വാബ, സുബ്ഹാനക് വബിഹംദിക് അസ്തഗ്ഫിറുക് വഅതൂബു ഇലൈക്. ആ സൂറത്തിനോട് പ്രതികരിച്ചിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശയ്യയിൽ കിടന്ന് ഇത് ആവർത്തിച്ചു കൊണ്ടിരുന്നത് എന്നാണ്. അത് കൂടുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗാവസ്ഥയിലും പറയുന്നത് കണ്ടപ്പോഴാണ് ഇതുവരെ നിങ്ങൾ പറയാതിരുന്ന ഈ പുതിയ വചനങ്ങൾ ഇതെന്താണ് എന്ന് ഉമ്മുൽ മുഅ്മിനീൻ അവരുടെ അറയിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയുണ്ടായത്. അതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നത്. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ രോഗാവസ്ഥ മൂർജിച്ചത് അവർ കാണുകയാണല്ലോ, അവരുടെ അറയിലല്ലേ. അപ്പോൾ ചോദിക്കുന്നുണ്ട്, റസൂലെ ഞാൻ അബൂബക്കറിനെ വിളിക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്നഅം, അതെ വിളിക്കാൻ പറയുന്നുണ്ട്. ഉദൂ, അബൂബക്കറിനെ വിളിക്കാൻ പറയുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട് ഉമറിനെ വിളിക്കട്ടെ, അപ്പോൾ റസൂലുള്ളാഹി ഉദൂ വിളിക്കാൻ പറയുന്നുണ്ട്. പിന്നെ അബ്ബാസിനെ വിളിക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്, അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഅം, അതെ വിളിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ രോഗാവസ്ഥയിൽ ഇങ്ങനെ പ്രയാസപ്പെട്ട് കിടക്കുന്നിടത്തേക്ക് ആയിഷ റളിയല്ലാഹു തആല അൻഹ ഈ മൂവരെയും വിളിച്ചു, അബൂബക്കർ, ഉമർ, അബ്ബാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് കുറേ പറയാനുള്ളത് കൊണ്ടാണ് അവരെ വിളിച്ചത്. പക്ഷേ അവർ മൂവരും വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ആയിഷയുടെ ഹുജറയിൽ വന്നിരുന്നപ്പോൾ അവരെ കണ്ടതോടുകൂടി പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒന്നും സംസാരിക്കാനാകാതെയായി. കുറേ സമയം അവർ തിരുമുഖത്തേക്ക് നോക്കിയിരുന്ന് പിന്നെ 3 പേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്തെങ്കിലും ചോദിച്ച് വിഷമിപ്പിക്കണ്ട എന്ന് വിചാരിച്ച് എഴുന്നേൽക്കുകയാണ് ചെയ്തത്. ഉമറാണ് പറഞ്ഞത് ഖൂമു, നമുക്ക് എഴുന്നേൽക്കാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പിരിഞ്ഞുപോയി എന്നാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ ആ ദിവസത്തിലെ ഒരു സംഭവം ഉദ്ധരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ജീവിത നാളുകൾ എണ്ണപ്പെട്ടു എന്നുറപ്പിച്ചു. ഇനി കൂടുതൽ ഞാനിവിടെ ശേഷിക്കില്ല എന്നുള്ളത് അറിയിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ പ്രതിക്രിയക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്നു കൊടുക്കുകയും ആളുകളോട് പറയുകയും ചെയ്ത ചരിത്രം ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ വരികൾ ഇപ്രകാരമാണ്: മൻ കുൻതു ജലത്തു ലഹു ബഹ്റൻ ഫഹാദ ബഹ്രി ഫലിയസ്തഖിദ് മിൻ. ഞാൻ ആരുടെയെങ്കിലും മുതുകിൽ തച്ചിട്ടുണ്ട് എങ്കിൽ എൻ്റെ മുതുക് ഇതാണ്, പ്രതിക്രിയക്ക് വന്ന് തല്ലാവുന്നതാണ്. വമൻ കുൻതു ശതംതു ലഹു ഇർദൻ ഫഹാദ ഇർദി ഫലിയസ്തഖിദ് മിൻ. ഞാൻ ആരെയെങ്കിലും അഭിമാനത്തിന് ക്ഷതമേൽക്കും വിധം കുറ്റപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ എൻ്റെ അഭിമാനം ഇത പ്രതിക്രിയക്ക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
ആളുകളോട് ഈ രോഗനാളുകളിൽ വിളിച്ചു പറഞ്ഞത് സഹാബികൾ ഉമ്മുൽ മുഅ്മിനീൻ ഇസഷ്യ നിവേദനം ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഈ രോഗാവസ്ഥയിൽ തുടരുമ്പോൾ ഒന്നുകിൽ ബുധനാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച, തിരുവിയോഗത്തിൻ്റെ തൊട്ടു മുമ്പുള്ള ബുധനാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് സുറാഖ ഇബ്നു മാലിക് ഇബ്നു ജോഷും അൽ മിദ്ലജി വരികയാണ്. സുറാഖ വന്ന് ഹദീസിൽ കാണാം, അദ്ദേഹം റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് പ്രവേശിച്ചത് ഫീ വജഇഹി അല്ലദീ തൂഫിയ ഫീ എന്നാണ്. തിരുദൂതർ വഫാത്തായ ആ വേദനയുടെ നാളിലാണ് വരുന്നത്, ആ അവസ്ഥയിൽ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അദ്ദേഹം പറയാണ്, എനിക്ക് ചില ചോദ്യങ്ങളുണ്ട്, ചോദിക്കട്ടെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറയാണ്, ചോദിക്കാൻ പറയാണ്. അപ്പോൾ അദ്ദേഹം അവിടെ ചോദിച്ച ഒരു ചോദ്യം, വഴിതെറ്റിയ ഒട്ടകം, അന്യൻ്റെ ഒട്ടകം, അത് വഴിതെറ്റി വന്നു. ഞാൻ എൻ്റെ ഒട്ടകങ്ങൾക്ക് കുടിക്കാൻ വേണ്ടി തയ്യാറാക്കിയ ഹൗദിലേക്ക് ഈ വഴിതെറ്റി വന്ന ആരാൻ്റെ ഒട്ടകം വരുമ്പോൾ ഞാൻ അതിന് വെള്ളം കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്കതിന് കൂലി കിട്ടുമോ എന്നാണ് ചോദിക്കുന്നത് സുറാഖ. ആരാൻ്റെ ഒട്ടകം എൻ്റെ ഹൗദിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാനതിന് വെള്ളം കൊടുത്താൽ അതിന് എനിക്ക് കൂലി കിട്ടുമോ എന്ന്. ഇവരൊക്കെ ആറാബികളാണ്, സാധാരണക്കാരാണ്, സാധാരണക്കാരിൽ സാധാരണക്കാരാണ്. സുറാഖ ഇബ്നു മാലിക് ഇബ്നു ജോഷും പ്രസിദ്ധനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റയുടെ വഴിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്തുടർന്ന ആൾ. അദ്ദേഹം ഇതാണ് ചോദിക്കുന്നത്. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നഅം ഫീ സഖി കുല്ലി കബ്ദിൻ ഹറ അജ്റുൻ ലില്ലാഹി എന്ന്. ഏതൊരു മിണ്ടാപ്രാണിക്കും, ജീവനുള്ള ഏതൊരു മിണ്ടാപ്രാണിക്കും കുടിക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് അതിൽ കൂലി കിട്ടും എന്ന് സുറാഖയുടെ ആ ചോദ്യത്തിന് ആ ദീനാവസ്ഥയിൽ കിടന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി നൽകി എന്നുള്ളത് അദ്ദേഹം ഉദ്ധരിക്കുകയാണ്. ആ നാളുകളിലെ ഏറ്റവും വികാര നിർഭരമായ ഒരു വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വേദന കഴിച്ച് ദീനത്തിൽ കഴിയുന്നത് അൻസാരികൾ അറിയാം. അവരെല്ലാവരും മസ്ജിദിലേക്ക് വന്നു. അൻസാരികളിൽ സ്ത്രീ പുരുഷന്മാർ, ആബാലവൃദ്ധം. എന്നിട്ട് അവർ മസ്ജിദിൽ വന്ന് കരയുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, തിരുദൂതരെ, അൻസാരികൾ മസ്ജിദിൽ വന്ന് അങ്ങയെ ഓർത്ത് കരയുന്നു. അൻസാരികൾ എന്ന് കേട്ട മാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടപ്പിലാണ്. പക്ഷേ ഒരു താക്കത്തിനും ഒരു ബാലൻസിനും വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോൾ ഒരു ശീല കൊണ്ട് തൻ്റെ തല വരിഞ്ഞു കെട്ടി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൻസാരികളുടെ അടുക്കലേക്ക് മസ്ജിദിലേക്ക് പുറത്തേക്ക് വന്നു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹുജറയിൽ നിന്ന് മസ്ജിദിലേക്ക് വന്ന് അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൻസാരികളുടെ വിഷയത്തിൽ ആ അവസ്ഥയിലും വാചാലമായി. അവിടെ കൂടിയ ആളുകളോടൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഊസീകും ബിൽ അൻസാർ ഫഇന്നഹും കരിശി വഐബതി വഖദ് ഖദൗ അല്ലദി അലൈഹിം വബഖിയ അല്ലദി ലഹും ഫഖ്ബലു മിൻ മുഹ്സിനിഹിം വതജാവസു അൻ മുസീഇഹിം എന്നാണ്. അൻസാരികളുടെ വിഷയത്തിൽ ഞാൻ നിങ്ങളോട് വസിയ്യത്ത് ഓതുകയാണ്. അൻസാരികൾ എൻ്റെ ഏറ്റവും അടുത്ത ആളുകളാണ്. അതാണ് കെറിഷി വ ഐബത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ഏറ്റവും അടുത്ത ആളുകളാണ്, എൻ്റെ രഹസ്യ സൂക്ഷിപ്പുകാരാണ്. അവരുടെ മേൽ ബാധ്യതയായതൊക്കെയും അവർ ചെയ്തു കഴിഞ്ഞു. ശേഷിക്കുന്നത് അവർക്കുള്ള ബാധ്യതകളാണ്. അവരിൽ നിന്ന് സുഹൃതം ചെയ്യുന്നവരെ നിങ്ങൾ സ്വീകരിക്കണം. അൻസാരികൾ നാരുടെ അടുക്കൽ നിന്ന് വല്ല വീഴ്ചയും വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ അവർക്ക് പുറത്തു കൊടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൻസാരികളെ സാക്ഷിയാക്കിയിട്ട് ആളുകളോട് വസിയ്യത്ത് ചെയ്തു. അൻസാരികളോട് റസൂലുള്ളാഹി പറഞ്ഞു,
വല്ലദീ നഫ്സി ബിയദി ഇന്നി ഉഹിബ്ബുക്കും, അല്ലാഹുവാണ് സത്യം, ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു. ഇസ്ലാസ്ലം തങ്ങളെന്ന് ആവർത്തിച്ച് പറഞ്ഞ വിഷയം ആളുകളോട് ഊസീകും ബിൽ അൻസാർ, അൻസാരികളുടെ വിഷയത്തിൽ ഞാൻ നിങ്ങളോട് വസിയ്യത്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം ഈ അൻസാരികൾ അവരായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നുബുവത്തിൻ്റെ 11, 12, 13 വർഷങ്ങളിൽ അഖബ ഉടമ്പടി മുതൽ അൻസാരികൾ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വർത്തിച്ചത്? അഖബ ഉടമ്പടിയിൽ ബൈഅത്ത് ചെയ്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എങ്ങനെയാണ് അവർ മദീനയിലേക്ക് ക്ഷണിക്കുന്നതും വിളിക്കുന്നതും? അവർക്ക് സ്വാർത്ഥമായത് എന്തെല്ലാമുണ്ടോ അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി അവർ സമർപ്പിച്ചിട്ടാണ് അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വന്തം ശരീരത്തേക്കാൾ, കുടുംബത്തേക്കാൾ, സന്തതികളേക്കാൾ, സമ്പത്തിനേക്കാൾ ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംരക്ഷിക്കും എന്ന് വാക്ക് കൊടുത്തിട്ടാണ് അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനയിലേക്ക് കൊണ്ടുവരുന്നത്. ആ വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില സന്ദർഭങ്ങളിൽ അവരോട് ഉണർത്തിയിട്ടുണ്ട്. പക്ഷേ ഉണർത്തുന്നതിന് മുമ്പ് ഉണർന്ന് പ്രവർത്തിക്കുന്നവരായിരുന്നു അൻസാരികൾ. അതുകൊണ്ടാണ് ഇന്ന് റമദാൻ 17 ബദർ ദിനം, ബദറിൻ്റെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്ന ഏറ്റവും വികാരഭരിതമായ വരി എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിൻ്റെ മുമ്പേ തൻ്റെ കൂടെയുള്ള ആ ന്യൂനപക്ഷത്തോട് കൂടിയാലോചന നടത്തിയതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ നിന്ന് ബദറിലേക്ക് പോകുമ്പോൾ അബൂ സുഫിയാൻ്റെ കച്ചവട സംഘത്തെ ലക്ഷ്യമാക്കിയാണ് പോകുന്നത്. ഒരു സായുധ സേന തിരുദൂതരുടെ കൂടെ അല്ല. പക്ഷേ ബദറിലെത്തിയപ്പോൾ ഒരു അഹങ്കാര പടയോട്, സർവായുധ സന്നദ്ധരായ ഒരു അഹങ്കാര പടയോട് ഒരു യുദ്ധമാണ് ഈ ന്യൂനപക്ഷം നിരായുധർ. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടെയുള്ളവരോട് കൂടിയാലോചന നടത്തുകയാണ്. റസൂലുള്ളാഹി ചോദിക്കുകയാണ്, അഷീറു അലയ്യ അയ്യുഹന്നാസ്, ജനങ്ങളെ നിങ്ങളുടെ അഭിപ്രായം പറയൂ. അള്ളാഹു നിശ്ചയിച്ചതൊരു യുദ്ധമാണ്, അതുകൊണ്ട് എന്തു വേണം? നിങ്ങളുടെ അഭിപ്രായം പറയും. അപ്പോൾ മുഹാജിറുകൾ സംസാരിച്ചു, അബൂബക്കർ, ഉമർ സംസാരിച്ചു, മുഹാജിറുകളുടെ നേതാവായ മിഖ്ദാദ് ബിൻ അസ്വദ് സംസാരിച്ചു. റസൂൽ അപ്പോഴൊക്കെ പറയുന്നത് അഷീറു അലയ്യ അയ്യുഹന്നാസ് എന്നാണ്. ജനങ്ങളെ നിങ്ങളുടെ അഭിപ്രായം പറയുന്നതാണ്. അവിടെ ജനങ്ങളെ എന്ന് പറയുമ്പോൾ അൻസാരികൾ ഒരിക്കലും തങ്ങളെ ഉദ്ദേശിച്ചാണ് എന്ന് ആദ്യത്തിൽ മനസ്സിലാക്കിയില്ല. പക്ഷേ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹു തിരുദൂതരോട് ചോദിക്കുകയാണ്, ലഅല്ലക തുരീദുന യാ റസൂലല്ലാഹ്, തിരുദൂതരെ അങ്ങ് ഞങ്ങളെയാണോ ഉദ്ദേശിക്കുന്നത്? ഞങ്ങളെയാണോ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അന്നാം, അതെ എന്ന് തിരുദൂതർ പറഞ്ഞപ്പോൾ അൻസാരികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൺകുളിർക്കുന്ന രീതിയിലാണ് പറഞ്ഞത്, ഞങ്ങൾ വാക്ക് പാലിക്കുന്നവർ, യുദ്ധമുഖത്ത് ക്ഷമാലുക്കൾ, നിങ്ങൾ ഞങ്ങളെയും കൊണ്ട് ഈ മുന്നിൽ കാണുന്ന സമുദ്രത്തിൽ ഊളിയിട്ട് അതിൻ്റെ ആഴിയിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങളുടെ പിന്നാലെ ഊളിയിട്ട് വരാൻ ഞങ്ങൾ ആളുകളാണ് എന്ന് അൻസാരികൾ പറഞ്ഞ ആ ചരിത്രം ആ ദിവസമാണിത്. അന്നൊരു വെള്ളിയാഴ്ച, ഇന്നും ഒരു വെള്ളിയാഴ്ച. യുദ്ധം തുടങ്ങാൻ പോകുമ്പോൾ സഅദ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിനോട് പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ് അലാ നബിൽനി ലക അരീശൻ, റസൂലെ ഞങ്ങൾ അൻസാരികൾ നിങ്ങൾക്കൊരു അരീഷ് നിർമ്മിച്ച് തരാമെന്ന് പറയണം. അരീഷ് എന്ന് പറഞ്ഞെങ്കിൽ ഒരു പന്തൽ. വനുഇദ്ദു ലക റകാഇബക്, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ട യാത്ര വാഹനങ്ങളെയും ഒരുക്കി തരാം എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഞങ്ങൾ ഒരു പന്തലൊരുക്കാം, നിങ്ങൾക്ക് വേണ്ട യാത്രാമൃഗങ്ങളെയും ഒരുക്കാം. എന്നിട്ട് പറയാണ്, നിങ്ങൾ ആ അരീശിലിരിക്കുക, ഞങ്ങൾ യുദ്ധം ചെയ്യാം, നിങ്ങൾ അരീശിലിരിക്കുക. യുദ്ധത്തിൽ വിജയമാണുള്ളത് എങ്കിൽ ഞങ്ങളതാണ് പ്രതീക്ഷിക്കുന്നത്. അതല്ല യുദ്ധത്തിൽ പരാജയമാണ് എങ്കിൽ തിരുദൂതരെ, ഞങ്ങളെക്കാൾ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വിഭാഗം അവിടെ മദീനയിലുണ്ട്.
ഇവിടെ ഒരു യുദ്ധമാണ് നടക്കുന്നത് എന്ന് അവരറിഞ്ഞിരുന്നുവെങ്കിൽ അവരൊരിക്കലും പിന്തുമായിരുന്നില്ല. പരാജയമാണ് എങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ ഒരുക്കുന്ന വാഹനപ്പുറത്ത് കയറി നിങ്ങൾക്ക് മദീനയെ അണയാം എന്ന് സഅദ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ബദറിൻ്റെ യുദ്ധം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ആ സമയം ഏറെ ദുആ ചെയ്തു എന്ന ഹദീസിൽ കാണാൻ സാധിക്കും, ചരിത്രങ്ങളിൽ വായിക്കാൻ സാധിക്കും. അതാണ് അൻസാരികൾ. ഉഹുദിൽ 70 രക്തസാക്ഷികളിൽ 70 രക്തസാക്ഷികളിൽ വളരെ വിരളം ആളുകൾ മാത്രമാണ് മുഹാജിറുകൾ ഷഹീദായത്. 60-ൽ ചില്ലാനം പേരും ഷഹീദായത് അൻസാരികളാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഉഹുദ് ശുഹദാക്കൾക്ക് വേണ്ടി അടിക്കടി അവിടെ പോവും, അവർക്ക് വേണ്ടി ദുആ ചെയ്യും. വഫാത്താകുന്നതിൻ്റെ തൊട്ട് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് വേണ്ടി ജനാസ നിസ്കരിച്ച് അവർക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്തത് വായിക്കും. അൻസാരികൾ അവരുടെ ത്യാഗങ്ങൾ, സമർപ്പണങ്ങൾ അത് ഒരിക്കലും ഒരു വിലയിടാൻ കഴിയാത്ത രീതിയിൽ അത്രമേൽ വലിയ സംഭാവനകളാണ്, സഹായങ്ങളാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ വന്ന് കരയുന്നു എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ ഈ ഒരവസ്ഥയിലും ഇറങ്ങി വന്ന് മിമ്പറിൽ കയറി അവർക്ക് വേണ്ടി സംസാരിച്ചു, അവർക്ക് വേണ്ടി വസിയ്യത്തോതി, അവരെ തിരുദൂതർ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് അവിടെ വെച്ച് പ്രഖ്യാപിച്ചു. അവരിൽ നല്ലത് ചെയ്യുന്നത് കബൂലാക്കാനും വീഴ്ച വരുന്നത് വിട്ടുവീഴ്ച ചെയ്യാനുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ആളുകളെ ഉപദേശിച്ചത് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഈ നാളുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം പരിഗണിച്ച ആളുകൾക്ക് അദ്ദേഹത്തിൻ്റെ മഹത്വം ബോധ്യപ്പെടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല അവസരങ്ങളും ഉപയോഗപ്പെടുത്തിയ ഒരു മഹൽ വ്യക്തിത്വമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ അൻസാരികളോടുള്ള ഉപദേശ സമയം ആളുകളോട് പല വിഷയങ്ങൾ പ്രസംഗിക്കുന്നുണ്ട്. അതിലൊന്നാണ് അബൂബക്കർ റളിയല്ലാഹു തആലയുടെ സേവനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ത്യാഗങ്ങൾ. എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരണ വിഷയം പ്രസംഗത്തിൽ വന്നു. അള്ളാഹു ഒരു ദാസന് ഈ ദുനിയാവിലെ ജീവിതവും അതല്ല മരണം സ്വീകരിച്ച് പാരത്രിക ജീവിതവും തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. ആ ദാസൻ മരണം തിരഞ്ഞെടുത്ത് പാരത്രിക ജീവിതത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു കരയുകയായിരുന്നു. തിരുദൂതർ ഈ പറയുന്നത് എന്ത് എന്നത് ആളുകൾക്ക് തിട്ടം വന്നില്ല. അബൂ സഈദ് അൽ ഖുദരി പറയുന്നുണ്ട്, അബൂബക്കർ റളിയല്ലാഹു അൻഹു കരയുന്നു, തിരുദൂതരെ നിങ്ങൾ മരണപ്പെടരുത്, ഞങ്ങൾ ഞങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾക്ക് പകരം അള്ളാഹുവിന് നൽകാം എന്ന ആശയത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുമ്പോൾ അപ്പോഴാണ് അബൂ സഈദൊക്കെ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ദാസൻ എന്നുള്ള പ്രയോഗത്തിൽ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. തിരുവിയോഗമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അത് കരഞ്ഞുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ സ്ഥാനം വകവെച്ച് പറയുന്നുണ്ട്, എനിക്കേറ്റവും ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും അനുഗ്രഹമായി വർത്തിച്ചത് അബൂബക്കറാണ്. ഇന്ന അമന്നാസ് അലയ്യ ബിനഫ്സിഹി വമാലിഹി അബൂബക്കർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അബൂബക്കർ റളിയല്ലാഹു കരയുമ്പോൾ റസൂലുള്ള അബൂബക്കർ താങ്കൾ കരയരുത് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അപ്പോൾ അബൂബക്കറിൻ്റെ പ്രതികരണം, എൻ്റെ ശരീരവും എൻ്റെ സമ്പത്തും തിരുദൂതരെ അങ്ങേക്കല്ലാതെ മറ്റാർക്കാണ് ഉള്ളത് എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നുണ്ട്. ഇവിടെ തിരുവിയോഗത്തിന് 5 ദിവസങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു വചനാണിത്. എൻ്റെ ഉമ്മത്തികളിൽ വല്ലവരെയും ഞാൻ ഖലീലായി സ്വീകരിക്കുമായിരുന്നുവെങ്കിൽ അബൂബക്കറിനെ ഞാൻ ഖലീലായി സ്വീകരിക്കുമായിരുന്നു എന്ന്. അതൊക്കെ ഇവിടെ
ഈ സന്ദർഭം ആളുകൾക്ക് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ മഹത്വം അറിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഖ്യാപനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ ഖലീലാണ്. ഖുല്ലത്ത് എന്ന പദവി, ഹൃദയം അതിൽ കലർപ്പില്ലാത്ത നിറഞ്ഞ സ്നേഹം, അങ്ങനെ ഒരാളെ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഞാൻ അള്ളാഹുവിൻ്റെ ഖലീലാണ്, മാനവരിൽ ഞാൻ ഒരാളെ ഖലീലായി സ്വീകരിക്കുകയായിരുന്നുവെങ്കിൽ അത് ഞാൻ അബൂബക്കറിനെ സ്വീകരിക്കുമായിരുന്നു എന്ന് ജനങ്ങൾ കേൾക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പ്രസംഗത്തിൽ പറഞ്ഞതാണ് ഒരു നിവേദനം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ തുടർന്ന് പറഞ്ഞ മറ്റൊരു വിഷയമാണിത്. അറിയുക, നിശ്ചയം നിങ്ങളുടെ മുമ്പുണ്ടായിരുന്നവർ അവരുടെ നബിമാരുടെ മഖ്ബറകൾ പള്ളികളായി സ്വീകരിക്കുമായിരുന്നു. അറിയുക, നിങ്ങൾ മഖ്ബറകളെ പള്ളികളാക്കി സ്വീകരിക്കരുത്, കാരണം ഞാനത് നിങ്ങളോട് വിരോധിക്കുകയാണ്. തിരുവിയോഗത്തിന് 5 ദിവസം മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുതുബ, ഈ തുടർ സംസാരം അതിൽ വന്നതാണ്. ഇത് ജുന്ദുബ് ബിൻ അബ്ദുല്ല നിവേദനം ചെയ്യുന്നതാണ്. പൂർവികർ ചില നിവേദനങ്ങളിൽ അവരുടെ നബിമാരുടെ മഖ്ബറകൾ, ചിലതിൽ നബിമാരുടെയും സാലിഹികളുടെയും മഖ്ബറകൾ മസ്ജിദുകളായി മാറ്റി. നിങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആളുകൾ കേൾക്കെ, അൻസാരികളെല്ലാവരും ഉണ്ട്, ആളുകളൊക്കെ മസ്ജിദിൽ കൂടിയിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വെച്ച് ഇത് പറഞ്ഞു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഒരു വിഷയം, ഈ മസ്ജിദായിട്ട് സ്വീകരിക്കരുത് മഖ്ബറകളെ എന്നുള്ള വിഷയം, ഇത് ആവർത്തിക്കുന്നുണ്ട് പല സന്ദർഭത്തിലും. 5 ദിവസം മുമ്പ് പറഞ്ഞതുണ്ട്, പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. മരിക്കുന്ന ആ സമയം ആയിഷ റളിയല്ലാഹു തആല പ്രത്യേകം പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യഹൂദർ നസാറാക്കൾ അവരിൽ അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അവർ നബിമാരുടെ ഖബറുകൾ മസ്ജിദുകളാക്കി, ആരാധന സ്ഥലങ്ങളാക്കി. പിന്നെ ആരാധനാ സ്ഥലങ്ങളാക്കുന്നവരുടെ മേൽ ഇഷ്ടബഹബുള്ള അള്ളാഹിൻ്റെ കോപം കഠിനമായി, ഇതൊക്കെ ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സന്ദർഭങ്ങളിലൊക്കെ പൊതുവിൽ ആളുകൾ കേൾക്കെ, പിന്നെ വീട്ടിലുള്ളവർ മാത്രമേ കേൾക്കെ, ഇതാ എന്തുകൊണ്ടാണ് ആവർത്തിച്ചത്? അതിൻ്റെ വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ അസുഖത്തിൽ കിടക്കുമ്പോൾ ഹബശയിലേക്ക് ഹിജറ പോയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ ഉമ്മു സലമയും ഉമ്മു ഹബീബയും, അവർ രണ്ടുപേരും ഹബശയിലേക്ക് ഹിജറ പോയവർ. വേറെയും ഭാര്യമാർ പോയിട്ടുണ്ട് ഹബശയിലേക്ക്, സൗദ റളിയല്ലാഹു തആല അൻഹയൊക്കെ. പക്ഷേ അതിൽ ഉമ്മു ഹബീബയും ഉമ്മു സലമയും അവർ പറയാണ്, അവർ ഒരു ചർച്ച് കണ്ടു, ഒരു കനീസ ഹബശയിൽ. അതിൽ കുറേ രൂപങ്ങളും ചിത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ പിന്നെ അതാണ് അവിടെ കണ്ടത് ഇവർ ഉദ്ധരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ വിയോഗ നാളുകളിൽ ഈ ചർച്ചിൽ കണ്ട രൂപങ്ങൾ, ചിത്രങ്ങൾ ഇതൊക്കെയാണ്. മാരിയ എന്നാണ് ആ ചർച്ചിൻ്റെ പേര്, മാരിയ. അത് പറയുന്നുണ്ട് ചില നിവേദനങ്ങളിൽ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടല്ലോ, ഇവർ ഈ വിഷയം പറഞ്ഞപ്പോൾ അവിടെ മുതലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് ഊക്കിൽ പറയുന്നത്. ഉലൈക ഇദാ മാത ഫീഹിമുർ റജുലു സാലിഹു വൽ അബ്ദു സാലിഹ് ബനൗ അലാ ഖബ്രിഹി മസ്ജിദ വസവ്വറു ഫീഹി തിൽക സുവർ ഉലൈക ശിറാറുൽ ഖൽഖി ഇൻദല്ലാഹ്. ഉണ്ടോ? അവരിൽ എന്ന് പറഞ്ഞാൽ നസാറാക്കളിൽ ഒരു സാലിഹായ ദാസൻ അല്ലെങ്കിൽ പുണ്യപുരുഷൻ മരണപ്പെട്ടാൽ അയാളുടെ ഖബറിന്മേൽ പള്ളിയുണ്ടാക്കി അതിൽ ചിത്രങ്ങൾ വെച്ച്, അങ്ങനെയായിരുന്നു അവരുടെ പതിവ്. എന്നിട്ട് റസൂൽ പറയുന്ന, അവരത്ര അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും നീചന്മാർ, ഇങ്ങനെ ഈ പണി ചെയ്യുന്നവർ. മരിച്ചവരുടെ മഖ്ബറകളിൽ മസ്ജിദുകളാക്കി അങ്ങനെ അതിൽ ചിത്രങ്ങൾ വെച്ചിട്ടുള്ള ഈ നസാറാക്കളുടെ പരിപാടി, അത് ചെയ്യുന്നവരാണ് ഷിറാറുൽ ഖൽഖി ഇൻദല്ലാഹ്, അള്ളാഹിൻ്റെ അടുക്കൽ ഏറ്റവും നീചന്മാർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പ്രതികരിച്ചു എന്നാണ്. ആരോട്? ഉമ്മു സലമയും ഉമ്മു ഹബീബ്, റസൂലുള്ളാഹിന്റെ ഭാര്യമാരുണ്ട്. അവരുടെ ഈ വിഷയം പറഞ്ഞപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പറഞ്ഞു. അതിൽ പിന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിങ്ങനെ എന്ത് ചെയ്യുന്നത്, അടിക്കടി ആവർത്തിക്കുന്നത്. കാരണം ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയോഗ നാളുകൾ അടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, എന്തുകൊണ്ട് റസൂലുള്ളാഹി ഇത് ആവർത്തിച്ച് പറഞ്ഞു? യുഹദ്ദിറു മാ സനഉ എന്ന് പറഞ്ഞാൽ അവർ ചെയ്തതിനെ കുറിച്ച് റസൂലുള്ളാഹി മുന്നറിയിപ്പ് നൽകുകയാണ്. കാരണം
ദൂതരുടെ മരണാനന്തരം അവിടുത്തെ ഖബർ ഇങ്ങനെ ആക്കുന്നതിനെക്കുറിച്ചുള്ള ശക്തമായ താക്കീതാണ്. എന്നിട്ട് ആയിഷ തന്നെ പറയുന്നുണ്ട്, വലൗലാ ദാലിക് ല ഉബരിസ ഖബ്റുഹു ഖബ്റുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു വിഷയമില്ലായിരുന്നെങ്കിൽ റസൂലുള്ളാഹിൻ്റെ ഖബർ എന്താ ഉബരിസ എന്ന് പറഞ്ഞാൽ വീട്ടിനകത്താക്കുമായിരുന്നില്ല, പിന്നെ വീട്ടിൻ്റെ പുറത്താക്കപ്പെടുമായിരുന്നു. വീട്ടിൻ്റെ പുറത്തായിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് മസ്ജിദാക്കപ്പെടുന്ന അവസ്ഥ വരും. അതാക്കപ്പെടാതിരിക്കാനാണ് വീട്ടിൻ്റെ അകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ആക്കപ്പെട്ടത് എന്ന് മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയം വർത്തമാനം മസ്ജിദുകളെ ഉണ്ടല്ലോ, മഖ്ബറകളെ മസ്ജിദാക്കുക, ഖബറിടങ്ങൾ ആരാധനാ സ്ഥലങ്ങളാക്കുക എന്നുള്ള വിഷയം അത് ശക്തമായി റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. ഏറെക്കുറെ എല്ലാ ദിവസങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. മരണപ്പെടുന്ന ദിവസം പ്രത്യേകം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ ചെയ്യുന്നവർക്ക് ഇഷ്ടതബുലാണ് അല്ലേ, എല്ലാ അള്ളാഹു ഖൗമൻ അങ്ങനെ ഉണ്ട്, അങ്ങനെ ചെയ്യുന്നവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതെന്തുകൊണ്ട്? അത് ഇതാണ്, ഇവർ ഹബശയിൽ കണ്ട ഈ ഒരു വിഷയം പറഞ്ഞതോടുകൂടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ ആ വിഷയത്തിൽ കൂടുതൽ ഇങ്ങനെ പറഞ്ഞത് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യാഴാഴ്ച ദിവസം അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു വ്യാഴാഴ്ചയെ ഓർക്കുമ്പോഴൊക്കെ കരയുമായിരുന്നു എന്നാണ്. യൗമുൽ ഖമീസ് വമാ യൗമുൽ ഖമീസ്, വ്യാഴാഴ്ച, എന്താണ് ആ വ്യാഴാഴ്ച എന്ന് പറഞ്ഞിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കരയുമായിരുന്നു എന്നാണ്. അതാണ് സുമ്മ ബക ഹത്ത ബല്ല ദംഉൽ ഹസ എന്നാണ്. മുന്നിലുള്ള കല്ലുകൾ നനയുമാർ കണ്ണീർ കണങ്ങൾ അദ്ദേഹത്തിൻ്റെത് ഒലിച്ചിറങ്ങുമായിരുന്നു എന്നാണ്. അങ്ങനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കരയുമായിരുന്നു എന്നാണ്. കാരണം എന്താ കരയാൻ കാരണം? ഇഷ്തദ്ദ ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വജഅഹു യൗമൽ ഖമീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ ദീനം മൂർജിച്ചത്, വേദന ഏറ്റവും കടുത്തത് വ്യാഴാഴ്ചയായിരുന്നു, വ്യാഴാഴ്ച ദിവസമായിരുന്നു എന്നാണ്. അതുകൊണ്ടാണ് ആ ദിവസത്തെ ഓർക്കുമ്പോൾ ഇബ്നു അബ്ബാസ് വമാ യൗമുൽ ഖമീസ് എന്ന് പറഞ്ഞ് അദ്ദേഹം അനിയന്ത്രിതമായി കരഞ്ഞത് എന്നാണ്. ഉമ്മുൽ ഫദ്ൽ റളിയല്ലാഹു തആല അൻഹ ഈ യൗമുൽ ഖമീസിലെ റസൂലുള്ളാഹിൻ്റെ നിസ്കാരം ഉദ്ധരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെയും കൊണ്ട് മഗ്രിബ് നിസ്കരിച്ചു. ആ മഗ്രിബ് നിസ്കാരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂറത്തുൽ മുർസലാത്ത് ഓതിയിട്ടാണ് മഗ്രിബ് നിസ്കരിച്ചതെന്നാണ്. വൽ മുർസലാത്തി ഉർഫ ഫൽ ആസിഫാത്തി അസ്ഫ വന്നാഷിറാത്തി നഷ്റ എന്ന് തുടങ്ങുന്ന സൂറത്ത്, ആ സൂറത്ത് ഓതിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഗ്രിബ് നിസ്കരിച്ചു. ആ മഗ്രിബ് നിസ്കാരത്തിന് ശേഷം പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ മസ്ജിദിലേക്ക് വന്നിട്ടില്ല എന്നാണ്. ചില നിവേദനങ്ങളിൽ അത് വീട്ടിൽ വെച്ചായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഗ്രിബ് ജമാഅത്തായിട്ട് നിസ്കരിച്ചത് എന്നുണ്ട്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ച ജമാഅത്തായിട്ടുള്ള അവസാനത്തെ നിസ്കാരം മഗ്രിബ് നിസ്കാരം അത് ഈ മുർസലാത്ത് സൂറത്ത് ഓതിക്കൊണ്ടായിരുന്നു എന്നാണ് മഹദി ഉമ്മുൽ ഫദ്ൽ റളിയല്ലാഹു തആല അൻഹ പറയുന്നത്. ഒരിക്കൽ കൂടി റസൂൽ മസ്ജിദിലേക്ക് വന്നിട്ടുണ്ട്, പക്ഷേ അതൊരു ദുഹൂർ നിസ്കാരത്തിനാണ്, ശനിയാഴ്ച ദിവസം. അത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ നിസ്കാരം തുടങ്ങിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ വന്ന് കൂടിയ ഒരു നിസ്കാരമാണ്. അതില്ല എങ്കിൽ ഈ ദിവസം ഈ മഗ്രിബ് നിസ്കാരം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ സഹാബികളെയും കൊണ്ടുള്ള അവസാനത്തെ ജമാഅത്തായിട്ടുള്ള നിസ്കാരമായിരുന്നു എന്നാണ്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറെ വേദനയുണ്ടായ ദിവസമാണ്. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ആളുകൾ കുറച്ച് ആളുകളുണ്ടായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ വസിയ്യത്ത് എഴുതാൻ എഴുത്തുകോലും മഷിയും ഒക്കെ കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയുണ്ടായി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേദന തിന്നുകൊണ്ടുള്ള അവസ്ഥ ആയത് കാരണത്താൽ ഉമർ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രയാസപ്പെടുത്തണ്ട എന്ന് വിചാരിച്ച് അതിനോട് വിസമ്മതം പ്രകടിപ്പിക്കുന്നുണ്ട്. അതൊരു ശബ്ദമയമായി മാറി. റസൂലുള്ളാഹി ഇബ്നു അബ്ബാസ് കരയുന്നുണ്ടില്ലേ, അപ്പോൾ റസൂലുള്ളാഹിക്ക് അത്രയും ആവശ്യമായ അവസ്ഥയിലാണ്. അപ്പോൾ ഒരു വസിയത്ത് എഴുതാൻ
ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രയാസപ്പെടുത്തണ്ട എന്ന് വിചാരിച്ചാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചത്. അപ്പോൾ ചിലർ അത് എഴുതിക്കണമെന്ന്, ചിലർ എഴുതിക്കണ്ട, അതൊരു ബഹളമായപ്പോൾ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവരോടും പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. അല്ലേ? ആ വസിയ്യത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുതാതിരുന്നു. അല്ലേ? അതാണ് ഏറ്റവും വലിയ ഒരു റസിയ്യത്ത് എന്നതിനെക്കുറിച്ച് പറയുന്നത്. റസിയ്യത്ത് എന്ന് പറഞ്ഞെങ്കിൽ ഏറ്റവും വലിയ ഒരു ട്രാജഡി അല്ലെങ്കിൽ ഒരു വലിയ ഒരു പ്രയാസം എന്ന് ചരിത്രത്തിൽ പറയാറുണ്ട്. ചിലരത് ഒരു നിരൂപണ വിഷയമാക്കിയിട്ടുണ്ട്. ഉമർ ഇടപെട്ടാണ് അത് എഴുതാതിരുന്നത്, അത് നബി കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള എഴുതാനുള്ള ഒരു ഉദ്യമമായിരുന്നു, അതിന് വിലങ്ങായി എന്നൊക്കെ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ അത് ശരിയല്ല. നിർബന്ധമായും എഴുതേണ്ട ഒരു വിഷയമായിരുന്നുവെങ്കിൽ ഇത് ആരംഭ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും അത് എഴുതാതെ പോകില്ല. അപ്പോൾ അത് അങ്ങനെ ഒരു അനിവാര്യമായിട്ടുള്ള ഒരു എഴുത്തിൻ്റെ വിഷയമായിരുന്നില്ല. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശേഷം ഒരു ഖലീഫയെ നിശ്ചയിക്കുന്ന വിഷയത്തിലാണ് എങ്കിൽ അത് നിസ്തർക്കം വ്യക്തമായ ഒരു വിഷയമാണ്. ശരിയാണ്, ഒരു രേഖയിലില്ല എങ്കിലും റസൂലുള്ളാഹി അബൂബക്കർ റളിയല്ലാഹുവിന് വേണ്ടിയിട്ട് അത് എഴുതാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. പിന്നെ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? തൻ്റെ പിൻഗാമിയായി നിസ്കരിക്കാൻ നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു എഴുത്ത് അവിടെ നടന്നില്ല, ആ ഒരു വസിയത്ത് അവിടെ എഴുതി ഇല്ല എന്നതിൻ്റെ പേരിൽ എന്തോ ദീനിൽ ഒരു ഭംഗം അല്ലെങ്കിൽ ഒരു കുറവ് വന്നു എന്ന് വിധിക്കുന്നതിൽ ഒരർത്ഥമല്ല. അങ്ങനെ ഒരു അനിവാര്യതയായിരുന്നെങ്കിൽ ദീന് പൂർത്തീകരിക്കണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. ഇതാണ് ഉമ്മുൽ ഫദ്ൽ പറയുന്നത്. ആ ഒരു മഗ്‌രിബ് നിസ്കാരം നടന്നു, വൽ മുർസലാത്ത് സൂറത്ത് ഓതി. പിന്നെ തിരുദൂതർ വഫാത്താവുന്നത് വരെ ഞങ്ങൾക്ക് ഇമാമായി നിസ്കരിച്ചിട്ടില്ല എന്നാണ് മഹദി പറയേണ്ടത്. തിരുജീവിതത്തിലെ അവസാനത്തെ ആ മഗ്‌രിബ് നിസ്കാരം. ഇശ നിസ്കാരത്തിൻ്റെ സമയമായി അന്ന് ആ വ്യാഴാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോൾ ആ വേദന തീവ്രമായ അവസ്ഥയിലാണ്. റസൂൽ ചോദിക്കുന്നുണ്ട്, അസല്ലന്നാസ്, ജനങ്ങൾ നിസ്കരിച്ചോ എന്ന്. അപ്പോൾ വീട്ടിലുള്ളവർ, പ്രത്യേകിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, വഹും യൻതളിറൂനക്, തിരുദൂതരെ ആളുകൾ നിങ്ങളെ പ്രതീക്ഷിക്കുകയാണ്. കാരണം മഗ്‌രിബ് തങ്ങളുടെ നേതൃത്വം ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഇശ നിസ്കാരത്തിന് അവർ അങ്ങേ പ്രതീക്ഷിക്കുകയാണ് എന്ന് പറയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളം കൊണ്ടുവരാൻ പറയുന്നുണ്ട്. മിഖ്ദബിലും വെള്ളം പറയേണ്ട ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവരാൻ പറയുന്നുണ്ട്. അങ്ങനെ കൊണ്ടുവന്ന് അത് തലക്ക് മുകളിൽ ഒഴിക്കുകയാണ്. അപ്പോൾ റസൂൽ ഒരു ഉന്മേഷം കാണും. അപ്പോൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേൽക്കാൻ ഭാവിക്കുമ്പോൾ വീണ്ടും റസൂൽ വീഴും, ഒരു അബോധാവസ്ഥയിൽ വീഴും. വീണ്ടും റസൂൽ ഉണരുമ്പോൾ ചോദിക്കും, അസല്ലന്നാസ്, ജനങ്ങൾ നിസ്കരിച്ചോ? അപ്പോൾ പറയും, വഹും യൻതളിറൂനക്, അങ്ങയെ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ വീണ്ടും റസൂലുള്ളാഹി വെള്ളം വെക്കാൻ വേണ്ടി പറയും. ഇത് ഒരു 3 തവണ ഇത് ആവർത്തിക്കുന്നുണ്ട്. വെള്ളം ഒഴിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ആശ്വാസം കാണും. പക്ഷേ പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തളർന്നു വീഴും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുന്നുണ്ട്, ആളുകളോട് നിസ്കരിക്കാൻ പറയാം. സല്ലു ബിന്നാസ്, ജനങ്ങളെ കൊണ്ട് നിസ്കരിക്കൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അന്ന് ഈ ഇശ നിസ്കാരത്തിന് ജനങ്ങളോട് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് അബ്ദുള്ള ഇബ്നു സംഅയോടാണ്. അബ്ദുള്ള ഇബ്നു സംഅയോട്. അബ്ദുള്ള ഇബ്നു സംഅ റസൂലുള്ളാഹിൻ്റെ ഭാര്യ സൗദ ബിൻത് സംഅയുടെ സഹോദരൻ, അളിയനാണ്. അപ്പോൾ അബ്ദുള്ള ഇബ്നു സംഅയോട് ഇശ നിസ്കരിക്കാൻ പറയുന്നത്, ജനങ്ങളോട് നിസ്കരിക്കാൻ പറയും എന്ന് പറയുന്നു. അപ്പോൾ അബ്ദുള്ള ഇബ്നു സംഅ ആളുകളോട് നിസ്കരിക്കാൻ വേണ്ടി പറയാൻ പോകുമ്പോൾ വഴിയിൽ ഉമറിനെ കണ്ട്. അപ്പോൾ ഉമറിനോട് ആളുകൾക്ക് ഇമാമായി നിസ്കരിക്കാൻ പറഞ്ഞു, ഇശ. അങ്ങനെ ഉമറാണ് ഇശ നിസ്കാരത്തിന് നേതൃത്വം നൽകുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറിൻ്റെ ഓത്ത് നല്ല ഒച്ചത്തിലുള്ള ഓത്താണ്. അപ്പോൾ ഒച്ചത്തിലുള്ള ഓത്ത് കേട്ടപ്പോൾ റസൂൽ ചോദിക്കുകയാണ്, ഇത് ഉമറിൻ്റെ ശബ്ദമല്ലേ? അപ്പോൾ അത് ഉമറിൻ്റെ ശബ്ദമാണ് എന്ന് പറഞ്ഞപ്പോൾ റസൂൽ ചോദിക്കുകയാണ്, അഫൈന അബൂബക്കർ, അബൂബക്കർ എവിടെ? റസൂൽ ഉദ്ദേശിച്ചത് അബൂബക്കറിനോട്
കൽപ്പിക്കാനാണ്. പക്ഷേ അബൂബക്കർ എന്ന പേര് പറഞ്ഞിട്ടില്ല അബ്ദുല്ലാഹിബ്നു സമ്മയോട്. അതുകൊണ്ടാണ് ഉമറിനെ നിശ്ചയിച്ചത്. അപ്പോൾ അതിന് അബൂബക്കർ എവിടെ എന്ന് ചോദിക്കുകയാണ്. ആ നിസ്കാരം ഉമർ റളിയല്ലാഹു അൻഹു നിസ്കരിച്ച്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, യഅ്ബല്ലാഹു വൽ മുഅ്മിനൂൻ ഇല്ലാ അബൂബക്കർ. നിസ്കാരത്തിന് നേതൃത്വം അത് അബൂബക്കർ. അള്ളാഹുവും വിശ്വാസികളും അബൂബക്കറിനെ അല്ലാതെ കൂട്ടാക്കൂല. അതുകൊണ്ട് ഇമാമത്ത് അത് അബൂബക്കർ. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ അതിൽ ശക്തമായി പറഞ്ഞു. ആ നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ പ്രതികരണം ഒക്കെ ഉണ്ടായതിൽ പിന്നെ ഉമർ റളിയല്ലാഹു തആല അൻഹു അബ്ദുല്ലാഹിബ്നു സമ്മയോട് പറയുന്നുണ്ട്, അബ്ദുല്ലാഹിബ്നു സമ്മ, താങ്കൾ എന്താണ് ഈ ചെയ്തത്? വൈലക്, കഷ്ടം, നിങ്ങൾ എന്താണ് ഈ ചെയ്തത്? കാരണം എന്താ, മൂപ്പരാണ് ഉമറിനോട് നിസ്കരിക്കാൻ പറഞ്ഞത്. അപ്പോൾ അബ്ദുല്ലാഹിബ്നു സമ്മ പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പേര് പറഞ്ഞിട്ടില്ല, ജനങ്ങളോട് നിസ്കരിക്കാൻ പറയുക ചെയ്തത്. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കി ആര് നിസ്കരിച്ചാലും മതി, അതിനാലാണ് അങ്ങയോട് പറഞ്ഞത്. ഞാൻ ബോധപൂർവം നിങ്ങളെ കുടുക്കിയിട്ടില്ല എന്ന് അബ്ദുല്ലാഹിബ്നു സമ്മ ഉമറിനോട് കഴിവ് പറയുന്നുണ്ട്. ഈ ഒരു നിസ്കാരം ഇങ്ങനെ കഴിഞ്ഞു. പിന്നീടുള്ള ഈ ഖമീസ് കഴിഞ്ഞാൽ പിന്നെയുള്ള ജുമാ മുതൽ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ആണ് ഇമാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യഅ്ബല്ലാഹു വൽ മുഅ്മിനൂൻ ഇല്ലാ അബൂബക്കർ. അബൂബക്കറെ ഇമാമത്ത് നിൽക്കാവൂ എന്ന്. അത് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യ ആയിഷയോട് പറയുന്നുണ്ട്, മുറു അബൂബക്കറിൻ അൻ യുസല്ലി ബിന്നാസ്, അബൂബക്കറിനോട് കൽപ്പിക്കൂ ജനങ്ങളെയും കൊണ്ട് നിസ്കരിക്കാൻ. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ സ്വഭാവം, അദ്ദേഹം ഖുർആൻ ഓതിയാൽ കരയും, നിസ്കരിച്ചാൽ കരയും. കാന റഖീഖൽ ഖൽബ്, ലോല ഹൃദയനായിരുന്നു. അതുകൊണ്ട് തന്നെ ലാ യുസ്മിഉ നാസ മിനൽ ബുക, കരച്ചിൽ കാരണത്താൽ ആളുകളെ കേൾപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ അദ്ദേഹം ലോല ഹൃദയനാണ്. അതുകൊണ്ട് തന്നെ ആയിഷ റളിയല്ലാഹു തആല അൻഹ അബൂബക്കറിനോട്, വാപ്പയോട് നിസ്കരിക്കാൻ പറയുന്നില്ല. എങ്ങനെയെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അഭിപ്രായം മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, റസൂലുള്ളാഹി അവിടെ പറഞ്ഞു, മുറു അബൂബക്കറിൻ, അബൂബക്കറിനോട് കൽപ്പിക്കൂ. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഹഫ്സയോട് ചെന്ന് പറയുന്നുണ്ട്, ഹഫ്സ, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയൂ, അബൂബക്കർ ലോലഹൃദയനാണ്, അദ്ദേഹം ഓതിയാൽ കരയും. അതുകൊണ്ട് അദ്ദേഹം നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് നിസ്കാരത്തിൽ മനസ്സിലാക്കാൻ കഴിയില്ല, ഗ്രഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഉമറിനോട് പറയൂ, നിങ്ങൾ ഹഫ്സനോട് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാം, റസൂലുള്ളാഹിനോട് പറയാം. അങ്ങനെ ഹഫ്സ എന്നിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, റസൂലെ, അബൂബക്കറിൻ്റെ പ്രത്യേകത ഇതാണ്, വിഷയതാണ്, അതുകൊണ്ട് നിങ്ങൾ ഉമറിനോട് നിസ്കരിക്കാൻ കൽപ്പിക്കൂ എന്ന് പറയുന്നു. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദേഷ്യപ്പെട്ടത്. ഇന്നകുന്ന ലഅൻതുന്ന സവാഹിബ് യൂസുഫ് എന്നൊക്കെ പറയുന്നുണ്ട്. യൂസുഫ് നബിയെ കെണിയിൽപ്പെടുത്തിയത് സ്ത്രീകളാണ്, ആ പ്രകൃതക്കാരായ സ്ത്രീകളാണ് നിങ്ങൾ എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹഫ്സയോട് അവിടെ വെച്ച് സംസാരിച്ചത്, ആയിഷയ്ക്ക് സംസാരിച്ചത് അവിടെയാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഹഫ്സ റളിയല്ലാഹു തആല അൻഹ ആ സമയം ഈ ഒരു പ്രതികരണം കേട്ടപ്പോൾ അതിന് കാരണക്കാരി ആയിഷയാണല്ലോ. അതുകൊണ്ട് ഹഫ്സ വന്നിട്ട് ആയിഷയോട് പറയുന്നുണ്ട്, നിങ്ങളിലൂടെ ഒരു നന്മയും ജീവിതത്തിൽ കിട്ടാത്ത ആളാണ് ഞാൻ എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഹഫ്സ, കാരണം റസൂലുള്ളാഹിൻ്റെ ഈ ഒരു പ്രതികരണത്തിൻ്റെ ആ ഒരു ഷോക്കിനാൽ. ഏതായാലും അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഇമാമാക്കി തീരുമാനിക്കപ്പെട്ടു. പക്ഷേ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു വെള്ളിയാഴ്ച മുതൽ ഇമാമാണ്. പക്ഷേ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമറിനോട് പറയുന്നത്, യാ ഉമർ അൻത സല്ലി ബിന്നാസ്, ഉമർ, നിങ്ങൾ ആളുകളെയും കൊണ്ട് നിസ്കരിക്കൂ എന്നാണ്. പക്ഷേ ഉമറിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഉമർ ഇമാം വെക്കുക, കാരണം നിന്നതോ അദ്ദേഹത്തിന് നല്ലൊരു അനുഭവമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നീടുള്ള നിസ്കാരങ്ങളിലൊക്കെ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു നേതൃത്വം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ജീവിതാവസാന നാളുകളിലേക്ക് അടുക്കുമ്പോൾ ഹദീസിൽ കാണാം, ജാബിർ റളിയല്ലാഹു തആല പറയുകയാണ്, തിരുത്തൂതർ വഫാത്താകുന്നതിൻ്റെ 3 ദിവസം മുമ്പ് എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച,
തിങ്കളാഴ്ചയാണ് വഫാത്ത്. അതിന് 3 ദിവസം മുമ്പ് പറഞ്ഞാൽ ഈ വെള്ളിയാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസാണ്, ലാ യമൂതന്ന അഹദുക്കും ഇല്ലാ വഹുവ യുഹ്സിനു ദന്ന ബില്ലാഹ്. അള്ളാഹുവെക്കുറിച്ച് സൽവിചാരമുള്ളവരായി കൊണ്ടല്ലാതെ നിങ്ങൾ മരണം വരിക്കാൻ ഇടവരരുത് ഒരിക്കലും. സ്വല്ലല്ലാഹു തങ്ങൾ തൻ്റെ വഫാത്തിലേക്ക് അടുക്കുമ്പോൾ ഒരു 3 ദിവസം മുമ്പത്തെ റസൂലുള്ളാഹിൻ്റെ ഒരു വസിയ്യത്ത് ജാബിറുല്ലാഹിന് പറയാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മരിക്കുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് നല്ല വിചാരമായിരിക്കണം ഉണ്ടാകേണ്ടത്, അങ്ങനെ മരിക്കാവൂ എന്ന് റസൂലുള്ളാഹി വസിയ്യത്ത് ചെയ്തത് ജാബിർ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കാൻ. ആ വെള്ളിയാഴ്ച അതിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ മഹദി സഫിയ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറയുന്നുണ്ട്, തിരുദൂതരെ, താങ്കളുടെ ഭാര്യമാർക്ക് എല്ലാവർക്കും ഇവിടെ കുടുംബക്കാരുണ്ട്, എല്ലാവർക്കും കുടുംബക്കാരുണ്ട്. പക്ഷേ സഫിയക്കോ, റസൂലുള്ളാഹിൻ്റെ ഭാര്യമാർ ജീവിച്ചിരിപ്പുള്ളവർ ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തായി, സൈനബ് ബിൻത് ഖുസൈമയും വഫാത്തായി. ബാക്കിയുള്ളവർക്കൊക്കെ ആയിഷ റളിയല്ലാഹു തആല അൻഹക്ക് അവരുടെ കുടുംബക്കാരുണ്ട്, സൗദ റളിയല്ലാഹു തആല അൻഹക്ക് അവരുടെ കുടുംബക്കാരുണ്ട്, ഹഫ്സ റളിയല്ലാഹു തആല അൻഹവിന് ഉമർ റളിയല്ലാഹു അൻഹു അവരുടെ കുടുംബക്കാരുണ്ട്, ആലു ഉമർ. ഇതേപോലെ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹക്ക് ബനു മഖ്സൂം കുടുംബമുണ്ട്, മൈമൂന റളിയല്ലാഹു തആല അൻഹക്ക് അമവികളുണ്ട്, ജുവൈരിയ ബിൻതുൽ ഹാരിസ് അവർക്ക് അവരുടെ ബനുൽ മുസ്തലഖ് ഗോത്രക്കാരുണ്ട്. റസൂലുള്ളാഹിൻ്റെ എല്ലാ ഭാര്യമാർക്കും സൈനബ് ബിൻത് ജഹ്ഷിന് അവരുടെ കുടുംബക്കാരുണ്ട്. സഫിയ റളിയല്ലാഹു തആല അൻഹ അവർ ഖൈബരിയത്താണ്, ഖൈബറിൽ അവരുടെ കുടുംബമൊക്കെ നാട് കടത്തപ്പെട്ടവരാണ്. ബനു നദീർ ജൂത ഗോത്രം, അവർ മദീനയിൽ നാട് കടത്തപ്പെട്ടവരാണ്, അവർ തോൽപ്പിക്കപ്പെട്ടവരാണ്. സഫിയ റളിയല്ലാഹു തആല അൻഹയെ ഖൈബറിൽ നിന്നാണ് റസൂൽ കൊണ്ടുവരുന്നത്, പിന്നെ വിവാഹം കഴിക്കുന്നത്. അതുകൊണ്ട് സഫിയ റളിയല്ലാഹു തആല അൻഹ പറയുന്നത്, റസൂലെ, നിങ്ങളുടെ എല്ലാ ഭാര്യമാർക്കും അവരുടെ കുടുംബക്കാരുണ്ട്. അന ഇല ഐൻ എന്നാണ് അവർ ചോദിക്കുന്നത്. അന ഇല ഐൻ, ഞാൻ എവിടേക്കാണ് പോവുക എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹദിയെ ആശ്വസിപ്പിച്ച് പറഞ്ഞത്, അൻതി ഇല അലി ബിൻ അബി താലിബ്, നിങ്ങൾ അലി ബിൻ അബി താലിബിൻ്റെ അടുക്കൽ സുരക്ഷിതനായിരിക്കും, അവിടേക്കാണ് നിങ്ങൾ പോകേണ്ടത്. തിരുവിയോഗ ശേഷം അലിയാരുടെ അടുക്കൽ നിങ്ങൾക്ക് സംരക്ഷണം ഉണ്ടാകും എന്ന അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു എന്ന്. ആ ദിനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദൂലി ബഅദ അസ്ഹാബി എന്ന് പറയുന്നുണ്ട്. സഹാബികളിൽ ചിലരെ വിളിക്കൂ എന്ന് പറയുന്നുണ്ട്, വീട്ടിലേക്ക്. സഹാബികളിൽ ചിലരെ വീട്ടിലേക്ക് വിളിക്കൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നത്, അബൂബക്കറിനെയാണ് വിളിക്കേണ്ടത് എന്നാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ല, അബൂബക്കറിനെയല്ല. അപ്പോൾ ആയിഷ ചോദിക്കുന്നുണ്ട്, ഉമറിനെയാണ് വിളിക്കേണ്ടത്. അപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ടില്ല, അല്ല. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല ചോദിക്കുന്നുണ്ട്, ഇബ്നു അമ്മിക് അൽ അബ്ബാസ്, നിങ്ങളുടെ ഇബ്നു അമ്മിക അലി, നിങ്ങളുടെ പിതൃവ്യ പുത്രൻ അലീനെയാണ് വിളിക്കേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി പറയുന്നുണ്ടില്ല, അല്ല. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഉസ്മാനെയാണ് വിളിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി നഅം എന്ന് പറയുന്നുണ്ട്. ഉസ്മാനെ വിളിക്കാൻ പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസ്മാൻ്റെ വിഷയത്തിൽ ചില ബോധനങ്ങൾ മുമ്പ് ലഭിക്കപ്പെട്ട ആളാണ്. ഉസ്മാൻ സ്വർഗത്തിലാണ്, പക്ഷേ അലാ ബൽവൻ തുസീബുഹു, ഒരു പരീക്ഷണം ഈ ദുനിയാവിൽ നിന്ന് ഏറ്റുവാങ്ങിയിട്ടായിരിക്കും ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ സ്വർഗം എന്നുള്ളത് റസൂലുള്ളാഹി കാലയെ കൂട്ടി പറയുന്ന ഒരു വിഷയമാണ്. ആ വിഷയത്തിൽ ഉസ്മാനോട് സംസാരിക്കാനാണ് അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസ്മാനെ വിളിക്കാൻ പറഞ്ഞത്. അങ്ങനെ ഹദീസിൽ കാണാം, ഉസ്മാൻ വന്നു. ആയിഷ റളിയല്ലാഹു തആല ഉണ്ട്, അവരുടെ ഹുജറയിലാണ്. പക്ഷേ റസൂലുള്ളാഹി ഉസ്മാനോട് അടക്കാൻ പറയായിരുന്നു എന്നാണ്, സ്വകാര്യം പറയായിരുന്നു എന്നാണ്. ആ സ്വകാര്യം പറയുമ്പോഴെല്ലാം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ നിറം മാറിക്കൊണ്ടേ ഇരുന്നു എന്നാണ്. കാരണം അത്രമേൽ അദ്ദേഹത്തിന് വ്രണപ്പെടുത്തുന്ന ചില സംഭവങ്ങൾ അരങ്ങേറുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ അറിയിക്കുകയാണ്. അതൊക്കെ അറിയിച്ചതിന് ശേഷം
പിന്നെ ഉസ്മാൻ റളിയല്ലാഹുവിനോട് റസൂലുള്ള പറഞ്ഞു, ഉസ്മാൻ, അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങേക്കൊരു ഖമീസ് ധരിപ്പിക്കും. യുഖമ്മിസുക അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്കൊരു ഖമീസ് ധരിപ്പിക്കും. കപട വിശ്വാസികൾ അത് നിങ്ങളിൽ നിന്ന് ഊരി വാങ്ങാൻ വരും. നിങ്ങൾ ഖമീസ്, അള്ളാഹു നിങ്ങളെ ധരിപ്പിച്ച ഖമീസ് അത് നിങ്ങളിൽ നിന്ന് ഊരി വെക്കാൻ കപട വിശ്വാസികൾ വരും. അതൊരിക്കലും നിങ്ങൾ ഊരിക്കൊടുക്കരുത് എന്ന് അവിടെ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസ്മാനോട് വസിയ്യത്ത് ചെയ്തു. അത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹിയിലൂടെ വരാനിരിക്കുന്നൊരു വിഷയം പ്രവചിച്ചതാണ്. ആ ഖമീസ് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഖിലാഫത്താണ്, ഭരണമാണ്. ആ ഭരണത്തിൽ നിന്ന് പിൽക്കാലത്ത് ഉസ്മാനെ താഴെ ഇറക്കാൻ കപട വിശ്വാസികൾ തീവ്രവേഷത്തിൽ, ഭീകരവേഷത്തിൽ മദീനയിൽ വന്നു. എന്നിട്ട് അവർ പല കാരണങ്ങൾ പറഞ്ഞ് ഇത് ഊരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്, ഈ ഭരണം അതിൽ നിന്ന് ഉസ്മാൻ റളിയല്ലാഹുവിനെ ഇറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അന്ന് എന്ത് നിലപാടെടുക്കണം അതാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. ഈ മരണാസന്ന നാളുകളിൽ ഉസ്മാനോട് പറഞ്ഞു കൊടുക്കുന്നത്, ഒരിക്കലും അത് അവരുടെ ആവശ്യത്തെ പരിഗണിച്ചിട്ട് ചെയ്യരുത് എന്ന്. അതുകൊണ്ടാണ് പിൽക്കാലത്ത് തിരുവിയോഗം നടന്ന് പതിറ്റാണ്ടുകൾക്കപ്പുറം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു വിശുദ്ധ മദീനയിൽ ഉപരോധിക്കപ്പെട്ട്, തീവ്രവാദികളാൽ, മുനാഫിക്കുകളാൽ ഉപരോധിക്കപ്പെട്ട്, ആ ഉപരോധത്തിൽ ഉസ്മാൻ റളിയല്ലാഹുവിനോട് ആളുകൾ ചോദിക്കുന്നുണ്ട്, അലാ തുഖാത്തിൽ, ഉസ്മാൻ നിങ്ങൾ ഈ തീവ്രവാദികളോട്, ഈ മുനാഫിക്കുകളോട് യുദ്ധം ചെയ്യുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു തആല എന്താ യുദ്ധം ചെയ്യാത്തത്? അദ്ദേഹം പറയാണ്, ലാ, ഇവരോട് ഞാൻ യുദ്ധം ചെയ്യില്ല. ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഹിദ ഇലയ്യ അഹദൻ വ ഇന്നി സാബിറുൻ നഫ്സി അലൈഹി. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോടൊരു വാക്ക് വാങ്ങിച്ചിട്ടുണ്ട്, ഒരു കരാർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആ കരാറിന് മുഖവിലക്കെടുത്ത് ക്ഷമിക്കുകയാണ് എന്ന് പറഞ്ഞു ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു. ഈ കപടന്മാർ, മുനാഫിക്കുകൾ യുദ്ധാർഹരായിട്ടും ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അവരോട് യുദ്ധം ചെയ്തില്ല എന്നാണ്. പക്ഷെ അവരാവശ്യപ്പെട്ടതനുസരിച്ച് ഉസ്മാൻ റളിയല്ലാഹു അള്ളാഹു ധരിപ്പിച്ച ആ ഖമീസിനെ, അധികാരത്തെ, ഭരണത്തെ അദ്ദേഹം അവർക്ക് ഏൽപ്പിച്ചു ഉണ്ടായിട്ടില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഒരു വസിയ്യത്ത് അത് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു മുറുകെ പിടിച്ചത് കാരണത്താലാണ് അദ്ദേഹം അധികാരത്തിൽ നിന്ന് ഒഴിയാതെ ക്ഷമിച്ചു കഴിഞ്ഞത്. അല്ലാതെ അധികാര കൊതി കൊണ്ടല്ല. ചില ആളുകൾ പിൽക്കാലത്ത് അങ്ങനെയാണ് വ്യാഖ്യാനിച്ചത്. അങ്ങനെയല്ല. പിന്നെ റസൂലുള്ളാഹിൻ്റെ ഈ ഒരു അവസാന നാളുകളിലെ വസിയ്യത്താണ് ഒരിക്കലും മുനാഫിക്കുകൾക്ക് വേണ്ടിയിട്ട് ദൂരിക്കൊടുക്കരുത് എന്നുള്ളത്. ഈ ഒരു സംഭവം ആ ഒരു വെള്ളിയാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹുജറയിൽ, മസ്ജിദുൻ നബവിയുടെ പരിസരങ്ങളിൽ അരങ്ങേറി എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇനി ഈ ഒരു വെള്ളിയാഴ്ച ഇശ പിന്നിട്ടു. ഇനി ശനിയും ഞായറും തിങ്കളാഴ്ചയുടെ പൂർവാഹനവുമാണ് ഈ ദുനിയാവിൽ ശേഷിച്ചത്. നമ്മളൊരു ഇടവേളയ്ക്ക് ശേഷം ഇൻഷാ അല്ലാഹ് ആ ഒരു മണിക്കൂറുകളെ ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം. ബിഇദ്നില്ലാഹ്.